പള്ളി ചന്തായത് കൊണ്ടിട്ടൊന്നും സ്വർഗത്തേക്ക് പോകാവില്ല. ബദൽക്ക് പള്ളി രൊട്ടിക്ക് ഞങ്ങളെ ഉൾഗത്തിലൊരു പള്ളിയുണ്ട്, ഞങ്ങളെ കൽബ്. ആ പള്ളിയും ഈ പള്ളിയും അത് ഒട്ടു ചേരിട്ട് ചന്ത മുമ്പത്ത് കയറ്റിക്കിട്ട് ഞങ്ങളെ വിജയ തീരുമാനിക്കപ്പെട്ടത്. ഇന്ന് പരിശുദ്ധ റമളാനായിട്ട് ഞങ്ങളെ മുന്നോട്ട് പണ്ടേത് ആ റമളാൻ തിങ്കൾ ഞങ്ങളെ ആത്മീയ ചൈതന്യത്തെ എത്ര രൂപ ഈ രൂപത്തിൽ ഞങ്ങൾ റീചാർജ് ആക്കുന്ന ആലോചന ഇണ്ട് മുസ്ലിം ഉമ്മത്ത് ചൊമ്മ പെടക്കത്തരത്തിലും വേണ്ടാത്തരത്തിലായിട്ട് ഇണ്ട് മുസ്ലിം ഉമ്മത്ത് കടന്നു പോയിട്ടുള്ളത്. വഖഫ് പോലത്തെ വിഷയത്തിലുള്ള ഇണ്ട് ആതങ്കിത പരിസ്ഥിതിയിലായിട്ട് ഇണ്ട് ഈ സമുദായം കടന്നു പോയിട്ടുള്ളത്. നാളത്തെ പ്രഭാതം എങ്ങനെ ഉണ്ട്, നാളത്തെ ഇന്നത്തെ പണ്ട് ജീവനം എങ്ങനെ ചൊല്ലുക സാധ്യമില്ലാത്ത രൂപത്തിൽ നെക്സ്റ്റ് ബണ്ട് തലമാറ് ഈ രൂപത്തിലായിട്ട് ജീവനം നടത്തുന്നത് ചെല്ലല്ല ചെമ്മ ആലോചന കൊണായി കുറെ നാളായിട്ട് ആളുകൾ പോയിട്ടുള്ളത് ചീത്ത പനിയെല്ലായിട്ട് ചെമ്മയെല്ലായിട്ട് സൗണ്ടൊക്കെ തകരാറുണ്ടങ്ങനെ. നിങ്ങൾ നോക്കിയുള്ള ഒരു പരിശുദ്ധ മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച ജീവനം നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച ജീവനം നിങ്ങൾ മുസ്ലിം ഇടങ്ങ ചെറുടെ വിഷയത്തിൽ നിങ്ങൾക്ക് ചെമ്മ ഹെമ്മ ഉണ്ട്. മാത്രം നിങ്ങൾ മുസ്ലിം ആയിട്ടുള്ള മാച്ചന്റെ വിഷയത്തിൽ നിങ്ങൾ ഒന്ന് ആത്മപരിശോധന ഒന്ന് ആക്കണായ അഗത്യമുണ്ട്. മുന്നുള്ള പണ്ട് മുസ്ലിം ഇടങ്ങ അങ്ങ് മുസ്ലിം ചെന്ന് നാമധാരി മുസ്ലിം അല്ല, അങ്ങ് സമ്പൂർണ്ണ മുസ്ലിം ആയിട്ട് ഇന്ന് ഞങ്ങളെ ആശയത്തില് ആദർശത്തില് ആചാര വിചാരത്തില് ഞങ്ങളെ കർമ്മത്തില് ഞങ്ങളെ വ്യവഹാരത്തില് ഞങ്ങളെ ഉദ്യോഗത്തില് ഞങ്ങളെ രാജകീയ ധാർമ്മിക ശൈക്ഷണിക സാമാജിക രംഗത്തിലെല്ലാം ഞങ്ങൾ യഥാർത്ഥ മുസ്ലിം ആയിട്ട് ഇണ്ട്. ഞങ്ങൾ ബഹുതേക സാധാരണ എല്ലാ മൊത്തത്തിലും ചിലരുടെ ബിസയ ബഹുതേക ജാഗ്യല് ഞങ്ങൾ ഇണ്ട് ഡബൽ മുഖ ഇന്നങ്ങ രണ്ട് പേസ് ഇന്നങ്ങായിട്ട് കിടന്നു രണ്ട് മുഖ രണ്ട് ടൈപ്പുള്ള ഞങ്ങളുടെ സ്വഭാവ അത് എങ്ങനെയായിട്ട് കേട്ടെങ്കിൽ നിങ്ങൾ നോക്കിയുള്ളൂ. പണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തിൽ ഇന്ന് മുസൽമാൻ മുഅ്മിനടങ്ങ നാണു നിങ്ങൾ ഒരു വജ്ഹത്ത് ഓതുക. وجهت وجهي للذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له وبذلك أمرت وأنا من المسلمين. ആ വജ്ഹത്ത് ചെണ്ട സത്യപ്രതിജ്ഞ ഞങ്ങൾ ചെന്നോണ്ടുള്ള ഒരു പടക്കാവ അനമിനൽ മുസ്ലിമീനാണ് ഒറിജിനൽ മുസ്ലിം, ഹനീഫം മുസ്ലിമാനാണ് ഒറിജിനൽ മുസ്ലിം. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധ സ്വഹാബത്തെ കിറാം ഒറിജിനൽ മുസ്ലിമായിട്ട് ഇന്നറ് അങ്ങ പള്ളിയിൽ ഇന്നപ്പോ മുസൽമാൻ, ഹറമു ഷരീഫിൽ ഇന്നിപ്പോ മുസൽമാൻ ഖുർആൻ ഓതുമ്പൊത്തുക മുസ്ലിം അടങ്ങ, ദിക്ർ തസ്ബീഹ് ചൊല്ലുമ്പൊത്തുക മുസ്ലിം അടങ്ങ, നിസ്കരിക്കുമ്പൊത്തുക അങ്ങ മുസ്ലിം, നോമ്പുളും മുസ്ലിം, നോമ്പല്ലാത്ത നാളിലും മുസ്ലിം, ഹജ്ജിന്റെ സന്ദർഭത്തിലും മുസ്ലിം, ബാക്കി ടൈമിലും അങ്ങ മുസ്ലിം. അതേപോലെ ഞങ്ങളെ വ്യവഹാരത്തിൽ അങ്ങ് മുസ്ലിം, ഞങ്ങളെ ഉദ്യോഗത്തിൽ അങ്ങ് മുസ്ലിം, ഞങ്ങളെ ധാർമ്മിക ജീവിതത്തിൽ ഞങ്ങളെ സാമാജിക ജീവിതത്തിൽ അങ്ങ് മുസ്ലിം, ഞങ്ങളെ കൗട്ടുംബിക ജീവിതത്തിൽ അങ്ങ് മുസ്ലിം, ഞങ്ങളെ രാജകീയ ജീവിതത്തിൽ ഞങ്ങളെ മുസ്ലിം, അതേപോലെ ഞങ്ങളെ വ്യവഹാരത്തില് ബാണകച്ചവടത്തിൽ ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ മുസ്ലിം, എല്ലാ ടൈമിലും അങ്ങ് മുസ്ലിം ആയിട്ട് ഞങ്ങളെ ജനന ഇസ്ലാമിയത്തിലായിട്ടുണ്ട്, ജീവനവും ഇസ്ലാമിയത്തിലായിട്ടുണ്ട്, മരണവും ഇസ്ലാമിയത്തിലായിട്ടുണ്ട്. തന്റെ ബിർസത്തെ മുസ്ലിമേ ഞങ്ങൾ ഇന്നത്തെ കാലത്ത് ആ രൂപത്തിൽ നിന്ന് മുസൽമാനുള്ള അർത്ഥ ഇല്ലെങ്കിൽ ചെല്ലട്ട കാഞ്ചലക്കോട് ചെല്ല സുന്ദരമായ പള്ളി
ഈ പള്ളിയിൽ നിങ്ങളെല്ലാവരും മുസ്ലിമായിട്ട് നിങ്ങൾ നിസ്കരിക്കുക പോണ്ടെങ്ങ 5 വക്ത് നിസ്കരിക്കുക പള്ളിക്ക് പോണ്ടെങ്ങ ഉള്ളറ് ജുമാഅത്തും ജമാഅത്തും പടച്ച തമ്പുരാന്റെ പള്ളിക്ക് പോണ്ടെങ്ങ ഉള്ളറ് ആ പള്ളിക്ക് പോയിട്ട് മനുഷ്യരെ ജുമുഅ നിസ്കരിക്കട സന്ദർഭത്തിൽ നിങ്ങൾ മുസ്ലിമായിട്ട് നിസ്കരിക്കടാ ഖുതുബ കേൾക്കുമ്പോൾ നിങ്ങൾ മുസ്ലിമായിട്ട് കാതുകൊണ്ടിടും ഖുതുബ കേൾക്കടാ മുസ്ലിമായിട്ട് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നിങ്ങൾ നോക്കുക മുസ്ലിമായിട്ട് നിങ്ങൾ ദുആ അറക്കട നിസ്കരിക്കട സകല സർവ്വവും നിങ്ങൾ മുസൽമാനായിട്ടാക്കറ നിന്റെ പിരിസത്തെ സഹോദരി ഉമ്മ പെങ്ങളെ നീ നിന്റെ വാളുക പണ്ട സന്ദർഭത്തിൽ മുസ്ലിമായിട്ട് വാളുക വന്നത് കൊണ്ടിട്ടല്ല ഫർദയിട്ട് വന്നത് മാർക്കറ്റും അങ്ങാടിക്കും അറ്റകറ്റ കാര്യത്തിക്ക് ഔത്തുകളുടെ പറുതിയുടെ സന്ദർഭത്തിൽ സുന്ദരമായ രൂപത്തിൽ നിന്നെ ഫർദയിടില്ലേ എന്തുകൊണ്ട് നിന്റെ കൽബിലുണ്ടെന്നാണ് മുസ്ലിം ചെന്നിട്ട് അതേ രൂപത്തില് നിന്റെ ഔത്തില് നിന്റെ മദ്രസത്തിന് മക്കളെ കടത്തിര എന്ത് അല്ലാഹുടെ ദീന ഇസ്ലാം പഠിക്കണ മക്കളെ മദ്രസത്തേക്ക് കടത്തിരനെയാണ് അല്ലാഹുടെ ഖുർആൻ നിന്റെ ഔത്തിൽ ഓതുരനെയാണ് അതേപോലെ നിസ്കരിക്കടനെയാണ് ദുആറക്കടനെയാണ് മുസൽമാനായത് കൊണ്ടിട്ട് സുബഹിക്ക് നിസ്കാരത്തിന് എണിക്കടനെയാണ് മുസൽമാനായത് കൊണ്ടിട്ട് ഇന്നൊന്നു കേക്കട്ട ഇതായിട്ട് കിട ഒരു ഭാഗത്ത് നിങ്ങളെ ഇസ്ലാമുടെ മുഖം ഉള്ളത് ഇന്നൊരു മുഖ നീ നിന്റെ റബ്ബുടെ പള്ളിക്ക് പോയിട്ട് നിസ്കരിച്ചിട്ട് ആ നിസ്കാറുള്ള കഴിഞ്ഞാൽ പിന്നെ പുറത്ത് വന്നിട്ട് പിന്നെ മനുഷ്യരെ നിന്റെ തലലിന്ന തൊപ്പിയെടുത്തിട്ടൊന്നു അല്ലെങ്കിൽ ടവലെടുത്തിട്ട് അല്ലെങ്കിൽ തലലിന്ന എന്തെങ്കിലും ബസ് നീന നിസ്കരിക്കുമ്പോ മറന്ന ബസ് അഥവാ മറച്ച ബസ് അത് നീന പോക്കറ്റ് കിട്ട് നിന്റെ കീസലിട്ടിട്ട് പള്ളിയുടെ പുറത്തേക്ക് വന്നാൽ പിന്നെ നിൽക്കും ഇസ്ലാമുക്കും സംബന്ധം ഉണ്ടാവുന്ന ആലോചനാക്കനെയാണ് ഏത് കണ്ണ് കൊണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആൻ നോക്കിയാണ് അതേ കണ്ണ് കൊണ്ടിട്ട് പള്ളികളുടെ പറുതിയിൽ പിന്നെ ഖുർആൻ മടക്കി വെച്ചാൽ പിന്നെ അതേ കണ്ണ് കൊണ്ട് ഹറാമത്ത് നോക്കില്ലേ ഏത് കാത് കൊണ്ടിട്ട് നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ കേട്ട ദീൻ കേട്ട ഇൽമ കേട്ട ദുആറ കിടതല്ല കേട്ട ഖുതുബല്ല കേട്ട അതേ കാത് കൊണ്ടിട്ട് ഹറാമത്ത് കേൾക്കില്ലേ ഏത് ബായി കൊണ്ടിട്ട് നീ ഹലാൽ ആയുധത്തിന്റെ അതേ ബായി കൊണ്ട് ഹറാം ആയുധം തിന്നില്ലേ ഏത് കൈ കൊണ്ടിട്ട് പള്ളിക്ക് നീ സഹായാക്കി ഏത് കൈ കൊണ്ടിട്ട് സകാത്ത് കൊടുത്ത പാവത്തങ്ങളെ സഹായാക്കി ഏത് കൈ കൊണ്ടിട്ട് അതേപോലെ സ്വതക്കല്ല കൊടുത്തനെയാണ് അതേ കൈ കൊണ്ട് ഹറാമ്യത്തും കൊടുക്കില്ലേ ഹറാമ്യത്ത് എടുക്കില്ലേ ഹറാമ്യത്ത് തൊടില്ലേ ഹലാലായ ഭക്ഷണത്തിന്റെ തൊട്ടിക്ക് ഹറാമായതും തിന്നില്ലേ വ്യവഹാരത്തിൽ ഹലാലൊട്ടിക്ക് ഹറാമ്യത്തും മിക്സ് ആക്കില്ലേ വ്യവഹാരത്തിൽ ബഡ്ഡി കൊടുക്കില്ലേ ബഡ്ഡി എടുക്കില്ലേ ബഡ്ഡിക്ക് സാക്ഷി നിൽക്കില്ലേ എന്തെല്ലാം ഹറാമ്യത്ത് നിങ്ങൾ ആക്കിക്കൊണ്ടുള്ള അതേപോലെ ഹലാല്യത്തെയും ഹറാമടെയും ഒട്ടിക്ക് മിക്സ് ആക്കി പോണ്ട രൂപത്തിൽ ശൈലി മനുഷ്യരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിച്ചത് എന്ത് കീണ്ട് കേട്ടെങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെന്നൈക്ക് നിസ്കരിക്കണല്ലേയാണ് നീ എന്തൊക്കെ നോമ്പ് പിടിച്ചേണ്ട് കേട്ടെങ്കിൽ റബ്ബ് ചെന്നൈക്ക് എന്തൊക്കെ നീ ഹജ്ജിക്ക് പോയേണ്ട് കേട്ടെങ്കിൽ അല്ലാഹു ചെന്നൈക്ക് നാണ് ഹജ്ജിക്ക് പോയത് എന്തുകളാ നീ സകാത്ത് കൊടുത്തത് കേട്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർളാക്കിയത് കൊണ്ടിട്ട് എന്തുകൊണ്ടിട്ട് നീ സ്വതക്ക കൊടുത്ത എന്ത് കേട്ട് കേട്ടപ്പോ അലിമീങ്ങളും ഉസ്താദുമാരും എല്ലാ ജാഗകളും വാതിലും അതേപോലെ പടിപ്പാട്ട ജാഗലല്ല പടിപ്പാട്ടത് സ്വതക്ക കൊടുത്തെങ്കിൽ കൂലി കെട്ട് എറുക്കല്ല നീ കാഞ്ചില കൂടിയ പള്ളിക്ക് നീ സ്വതക്ക കൊടുത്തത് അതൊക്കെ മുസല്ല കൊടുത്തത് അതൊക്കെ പൈന്റ് കൊടുത്തത് അതൊക്കെ ബാക്കിയുള്ള സ്വറല്ലാക്കിയത് അതേപോലെ പാവത്തങ്ങളെ സഹായാക്കിയത് എന്ത് കേട്ട് കേട്ടെങ്ക അല്ലാഹു സുബ്ഹാനഹു വ തആല ചെന്നേക്ക് വേണായിട്ട് മനുഷ്യ അല്ലാഹു ഈ ഭൂമിയിൽ സത്കർമായിട്ട് കണക്കാക്കിയത് പള്ളിക്ക് സഹായാക്കുന്നത് മാത്രമല്ല ഖുർആൻ ഓതുന്നത് മാത്രമല്ല ദിക്ർ തസ്ബീഹ് ചൊല്ലുന്നത് മാത്രമല്ല ഹജ്ജ് ഉംറക്ക് പോണ്ടത് മാത്രമല്ല സകാത്ത് കൊടുക്കുന്നത് മാത്രമല്ല ദിക്ർ തസ്ബീഹ് ചൊല്ലുന്നത് മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഫറലാക്കിയത് നീ മുസൽമാനാ നീ അല്ലാഹുവിന്റെ മേൽ സമ്പൂർണ്ണ നമ്പിക്ക ഇന്നവണ
പള്ളിക്ക് പോണ്ട മുസ്ലിമേ, ഖുർആൻ ഓതുന്ന മുസ്ലിമേ, സുബഹി നിസ്കരിക്കും സുബഹിക്ക് നിസ്കരിക്കണ മുസ്ലിമേ, സകാത്തും സദഖയും കൊടുക്കണ മുസ്ലിമേ. മുസ്ലിമായിട്ട് നിന്റെ ഉമ്മക്ക് നിന്റെ മനസ്സക്ക് നമ്മുടെ മനസ്സക്ക് നമ്പലാക്കുക നിന്റെ കൊണ്ട് സാധ്യയില്ല. മുസ്ലിമായിട്ട് നിന്റെ പാപ്പയുടെ മനസ്സക്ക് നമ്പലാക്കുക നിനക്ക് സാധ്യയില്ല. മുസ്ലിമായിട്ട് നിന്റെ മക്കളെ ബെടക്കാക്കുക, മക്കളെ ബെടക്കത്തരത്തേക്ക് സപ്പോർട്ട് ആക്കുക നിന്റെ കൊണ്ട് സാധ്യയില്ല. മുസ്ലിമായിട്ട് നിന്റെ പെഞ്ഞൈ കന്യായാക്കുക ഉപദ്രാക്കുക സാധ്യയില്ല. മുസൽമാനായിട്ട് ഒരു പെണ്ണുക്ക് തന്റെ മാപ്പിളുടെ വഞ്ചനാക്കുക സാധ്യയില്ല. മുസൽമാനായിട്ട് ഒരാളെ അക്രമാക്കുക സാധ്യയില്ല. മുസൽമാനായിട്ട് അതേപോലെ ബഡ്ഡി വ്യവഹാരാക്കുക സാധ്യയില്ല. മുസൽമാനായിട്ട് കള്ളത്തനാക്കുക സാധ്യയില്ല. മുസൽമാനായിട്ട് വ്യഭിചരിക്കുക സാധ്യയില്ല. മുസൽമാനായിട്ട് ഗാഞ്ചത്തെ പിറകളും കള്ളുകുടിയുടെ പിറകള് പോകും മുസൽമാനക്ക് സാധ്യയില്ലാത്തത് ഇണ്ട് ബഹുതേക മുസൽമാനുടെ സ്വഭാവമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെന്നത് പാതി കേക്കടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെന്നത് പാതി കേക്കറാ. പാതിക്കും അവനുക്കും ഒരു സംബന്ധം ഇല്ലാത്തതുപോലെ, പാതിക്കും അല്ലാഹുക്കും ഒരു സംബന്ധം ഇല്ലാത്തതുപോലെ, അവന്റെ ഇഷ്ടം വന്നതുപോലെ എല്ലാ ഹറാം എത്ര പിറകളും അവനെ പോണ്ട. ഇതല്ല ഇണ്ട് ഞങ്ങളുടെ റായത്തിലുള്ള ഓരോരോ മുസൽമാനുടെ ചരിത്രത്തിൽ നോക്കിയെങ്കിൽ മനുഷ്യരെ നീ സന്ദർഭത്തിൽ ഇന്നോർത്തക്ക് കൈകാട്ടാൻ അകത്തിയില്ല. ഉസ്താദ് ചെന്നതുപോലെ അവൻ അങ്ങത്തവണോ ഓണി ഇങ്ങത്തവണോ ചെന്ന് കൈകാട്ടണ്ടല്ല. സ്വന്തം ഒന്ന് ആത്മാവലോകനാക്കി നോക്കുക മോനെ. നിന്റെ ഇസ്ലാമിയത്ത് സമവുണ്ടാ, നിന്റെ കർമ്മല്ല സമവുണ്ടാ, നിന്റെ വ്യവഹാര സമവുണ്ടാ. നാണ് പള്ളി ഇസ്ലാമായതുപോലെ, ഖുർആൻ ഓതും പുത്തുക മുസ്ലിമായതുപോലെ, ഹജ്ജ് ഉംറയുടെ സന്ദർഭത്തിൽ മുസൽമാനായതുപോലെ നിന്റെ വ്യവഹാര ബാണി കച്ചവടത്തിലാണ് മുസൽമാനായിട്ടുള്ളേ. നിന്റെ ഉമ്മയുടെയും ബാപ്പയുടെയും എതിരിലാണ് മുസൽമാനായിട്ടുള്ളേ. ഞങ്ങളെ ഗൗരവ കൊടുക്കുന്ന വിഷയത്തിൽ, നിങ്ങളെ പിരസവയ്ക്കുന്ന വിഷയത്തിൽ, നിങ്ങളെ പാദസേവയുടെ വിഷയത്തിലാണ് മുസൽമാനായിട്ടുള്ളേ. നിന്റെ മക്കളെ നല്ല രൂപത്തിൽ ബൽത്ര വിഷയത്തിലാണ് മുസൽമാനായിട്ടുള്ളേ. നാണ് അതേപോലെ കൊടുക്കുന്ന വിഷയത്തിൽ മുസൽമാനായിട്ടുള്ളേ. എടുക്കുന്ന വിഷയത്തിൽ മുസൽമാനായിട്ടുള്ളേ. നിന്റെ വേഷവിധാനത്തിൽ മുസൽമാനായിട്ടുള്ളേ. നിന്റെ പളക്കത്തിലും കേൾവിലും നിന്റെ നോട്ടത്തിലും നിന്നാണ് മുസൽമാനായിട്ടുള്ളേ. ഒരു നിമിഷം നീ ഒന്ന് ആലോചനാക്കി മനുഷ്യ, നിന്റെ ജീവനത്തിൽ നടക്കുന്ന സകലமான വിഷയത്തിലും നിക്കും ഇസ്ലാമുക്കും സംബന്ധമുള്ള രൂപത്തിലുണ്ടാ, അതല്ല വേറെ ഏതെങ്കിലും രൂപത്തിലുണ്ടാ. കാണ്ടില്ല മനുഷ്യരെ, ആയത്തെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ചേരിട്ട്, അതേപോലെ സെക്രട്ടറി ചേരിട്ട്, കോശാധികാരി വൈസ് പ്രസിഡന്റുമാർ ജോയിന്റ് സെക്രട്ടറിമാരുള്ള പരസ്പര കൈ ചേർപ്പാട്ടിട്ട് മീറ്റിംഗ് വിളിച്ചിട്ട് ആയത്തെ ആൾമാർ എല്ലാരെയും ഒട്ടാക്കിട്ട് ആയത്തെ സമരസരായ നല്ല ബാലക്കാരെല്ലാം സെലക്ട് ആക്കിട്ട് ഞങ്ങളെല്ലാം വിളിച്ചിട്ട് നല്ല രൂപത്തിലെ സമാലോചനാക്കി എല്ലാ റായത്തിലും പള്ളി ചന്തയുണ്ടോ. ഞങ്ങളെ റായത്തെ പള്ളി എങ്ങനതാ കാണുക, ഒരു ചന്തയില്ലാത്ത രൂപത്തില്, സൗകര്യമുള്ള കുറുടിയായ രൂപത്തില്, ചന്തത്തെ AC വീച്ചിൽ നിങ്ങൾ ഉറങ്ങിയോണ്ടുള്ള, ചന്തത്തെ പൈറ്റ് കൊടുത്തിട്ട് ചന്ത ആക്കിയോണ്ടുള്ള നിങ്ങളെ ഔത്രയും നിങ്ങളെ വ്യവസ്ഥയും അല്ലാഹുക്ക് സുജൂദിന്റെ പടച്ചവന്റെ പള്ളിയാ. ഒരു കാണുക ചന്തയില്ലാത്ത രൂപത്തില് പരുത്ര പന്നവണ് പള്ളി നോക്കുന്ന സന്ദർഭത്തിൽ റബ്ബ് ഈ റായത്തിൽ എന്റെ കണ്ണുള്ളവണില്ലേ. ഓരോരുത്തർ അകല്ല ചന്ത കാണുമ്പോത്തുകോ അങ്ങനെ ഡ്രസ്സും വേഷവിധാനവും ചന്ത കാണേണ്ട സന്ദർഭത്തില് പടച്ചവന്റെ പള്ളി പണ്ടത്തെ രൂപത്തിൽ ഉണ്ടല്ല റബ്ബേ. ചെന്നിട്ട് മനുഷ്യന്മാർ പേരിക്കണത് വേണ്ട, പള്ളിക്ക് പണ്ടവണൊന്ന് ചന്താക്കി കൊടുക്കാ. നിസ്കരിക്കണോക്ക് ചന്തത്തെ വ്യവസ്ഥ എല്ലാക്കി കൊടുക്ക റബ്ബ്. ഇതെല്ലാം ആലോചനാക്കിട്ട് ലക്ഷകട്ടലെ ചെലവാക്കിട്ട് കാടിട്ടും പേടിട്ടും ഇന്നതല്ല ഇട്ടിടത് വ്യവസ്ഥിത രൂപത്തിലതല്ല സ്വരൂപിച്ചിട്ട് മനുഷ്യരെ ഇതിൽ എന്തല്ല ഏതല്ല കാസുണ്ട് നമുക്ക് ഉന്തുള്ളതല്ലേ. എത്രയല്ല ഏതല്ല കൂലി പണിയാക്കളുടെ കാശ് ഇത്ര ഒട്ടിക്കുണ്ടോ, ബീഡി കെട്ടങ്ങളെ കാശ് ഇതിലുണ്ടോ, അതേപോലെ അങ്ങാടിയിൽ പണിയാക്കളുടെ കാശ് ഇതിലുണ്ടോ, റായത്തോടെയും പറായത്തോടെയും കാശ് ഇതിലുണ്ടോ, ഗൾഫിൽ അധ്വാനിച്ചിട്ട് പേർപ്പെട തല്ലി ഒഴുകു പാട്ടിയിട്ട് കഷ്ടപ്പെടുന്ന അധ്വാനിക്കട മനുഷ്യന്മാരെ കാശ് ഇതിൽ ഉൾക്കത്തിലുണ്ടോ. അങ്ങനെ റായത്തിലെ പ്രതി ഒരു മേഖലയില് സ്വറെടുക്കട വേണം. ഇന്നവന്റെയും ഇല്ലാത്തവന്റെയും പാവത്തവന്റെയും
അതേപോലെ അനാഥടയും വിധവടയും എല്ലാവരുടെ കാസും ഈ പള്ളിയിലുണ്ട്. എന്തുകൊണ്ടിട്ട് ഞങ്ങളെ പള്ളിയല്ലേ അല്ലാ നാളെ ഞങ്ങൾ ഖബർസ്ഥാനത്തിൽ കിടന്നപ്പോ നിസ്കാരത്തെ കൂലി നിങ്ങൾക്ക് കിട്ടട തമ്പുരാന്, ഖുർആൻ ഓതുന്നത് കൂലി കിട്ടട തമ്പുരാന്, ഈത്തികാഫിന്റെ കൂലി കിട്ടട തമ്പുരാന്. ഇങ്ങനെ പേരിച്ചിട്ടുള്ള ഓരോ ആണും പെണ്ണും മങ്ങളെ കൊണ്ട് അവിടെ റൂപത്തിൽ സഹകാരാക്കിയത് കാസ് കൊണ്ട് സഹകാരാക്കൂ തീരവണ കാസ് കൊണ്ട് സഹകാരാക്കിയ വേറെ മെറ്റീരിയൽ കൊണ്ട് സഹകാരാക്കു തീരവണ രൂപത്തിൽ സഹകാരാക്കിയ തടി കൊണ്ട് മെഹനത്തിറക്കു തീരവണ രൂപത്തിൽ സഹകാരാക്കിയ ഇത്രയുള്ള സുന്ദരമായ പള്ളി കെട്ടിട്ട് അൽഹംദുലില്ലാഹ് ഈ ഉമ്മത്തിന് അനിഷേധ്യ നേതാവായ ബഹുമാനപ്പെട്ട സയ്യിദുനാ സയ്യിദുൽ ഉമ്മ അതേപോലെ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുകോയ തങ്ങൾ ഉസ്താദ് നാളെ വന്നിട്ട് ഉദ്ഘാടനാക്കട സന്ദർഭത്തിൽ ഈ ധന്യ മുഹൂർത്തത്തിൽ കാത്തുകൊണ്ടിക്കട സന്ദർഭത്തിൽ മനുഷ്യരേ ആ പള്ളി ഉദ്ഘാടനത്തെ ഒട്ടിക്ക് ഞങ്ങളെ കൽവൊന്നു വന്നൊന്നു ഉദ്ഘാടനാവട്ടുള്ള ഹറാമ്യത്തും ബലിച്ചെറിഞ്ഞിട്ട് ആ പള്ളി ഉദ്ഘാടനാക്കട സന്ദർഭത്തിൽ നിങ്ങൾ നിസ്കാരത്തെ വ്യവസ്ഥ സെട്ടാക്കിട്ട് ചന്താക്ക പള്ളി നീ ചന്താ സെട്ടാക്കുമ്പോ പള്ളി ഇന്നൊക്കെ ചന്താക്കട സന്ദർഭത്തിൽ പുനർനിർമ്മാണാക്കട സന്ദർഭത്തിൽ നിന്റെ കർമ്മത്തെയും നിന്റെ ആശയത്തെയും ആചാരത്തെയും വിചാരത്തെയും നിന്റെ കൽബുട ഒന്ന് പുനർനിർമ്മാണാക്കുമോണേ ഇണ്ട് നോക്കുന്നേണ്. പള്ളി നിസ്കരിക്കും നിങ്ങളെ റായത്തിന് ആളെ കുറച്ച കൊണ്ടു പള്ളി സുബഹി നിസ്കാരത്തിന് ആളെ കാണുക നിങ്ങളെ പള്ളിയിലില്ല. മഗ്രിബ് നിസ്കാരത്തിന് പള്ളിയുടെ പരിസരത്തിൽ എല്ലാ കൂടങ്ങളിലും ഹോട്ടലിലും ഇന്ന ജാഗിലും ഇന്ന കട്ടലും ഇന്ന മോരിലും തെച്ചിട്ട് കുറുപാത്തിനടങ്ങും പടച്ചറപ്പട പള്ളിയുടെ മഗ്രിബിയുടെ ബാങ്ക അവിടെ സന്ദർഭത്തില് അല്ലാഹുടെ പള്ളിക്ക് പോകും മനസ്സ് നിങ്ങളെ പാലക്കാർക്ക് ഒപ്പില്ല. എന്തൊക്കെയാറെ ചെല്ലണോ മദ്രസ തവസ നോക്കിയുള്ളറോ വലിയ വലിയ മക്ക ഉള്ളറ ഞങ്ങക്ക് ആ മക്കളെ ഉമ്മമാരെ നിങ്ങൾ പള്ളിക്ക് കിടത്തുക മദ്രസക്ക് കിടത്തുക മദ്രസക്ക് പോണ്ട സന്ദർഭത്തിൽ ആ മക്ക മഗ്രിബ് നിസ്കരിക്കട മദ്രസക്ക് പോണ്ട സന്ദർഭത്തിൽ ആ മക്ക ഇശാ നിസ്കരിക്കട അതേപോലെ മദ്രസക്ക് റജ കിട്ടിയെങ്കിൽ നിന്റെ മക്കൾക്ക് നിസ്കാരത്തുക്കും റജ മദ്രസക്ക് റജ കിട്ടിയെങ്കിൽ നിന്റെ മക്കൾക്ക് പള്ളിക്കും റജ പിന്നെ പള്ളിക്ക് പോകില്ല പിന്നെ നിസ്കരിക്കുക ജമാഅത്ത് പള്ളിക്ക് നിന്റെ മക്ക പോണ്ട ക്രമയില്ല പിന്നെ പോണ്ടതാ പണ്ട വർഷം റമദാൻ കഴിഞ്ഞാൽ പിന്നെ ശവ്വാൽ 6, 7, 8 ആയാൽ പിന്നെ മദ്രസ തുടങ്ങുന്ന സന്ദർഭത്തിലായിട്ട് കിടപ്പാടെ പള്ളിക്ക് പോകും തുടങ്ങണത് എന്ത് ബന്ധളാ നിങ്ങക്ക് തരിയണ ഉമ്മ സുബഹി നിസ്കാരത്തിന്റെ സമയത്ത് നിന്റെ 7 വർഷം കഴിഞ്ഞാൽ പിന്നത്തെ മക്കളെ കടത്തുകിന്ന പ്രയത്നാക്ക 10 വർഷത്തിൽ പിന്നത്തെ മക്ക നിന്റെ ഉത്തുൽ നിസ്കരിച്ചിരണ്ട ബദലക്ക് 10 വർഷം കഴിഞ്ഞാൽ പിന്നെ ഇന്ന മക്ക നിന്റെ മക്ക ഉള്ളറല്ലേ ആ മക്കളെ പള്ളിക്ക് കടത്തിട്ടേ തീരൂ. സുബഹി നിസ്കാരത്തിന്റെ സമയത്ത് 15 വർഷമായ മക്ക ഉള്ളറല്ലേ ഒന്നും ഉത്തുൽ നിസ്കരിക്കുകയല്ല വ്യവസ്ഥ ആക്കണായത് പടച്ചറപ്പുട പള്ളിയിൽ പോയിട്ട് നിന്റെ 15 വർഷം കഴിഞ്ഞാൽ പിന്നത്തെ മക്കളെ പള്ളിക്ക് എത്ത് പാട്ടിട്ടേ തീരൂ. അങ്ങനത്തെ സത്യപ്രതിജ്ഞ ആക്കണായത് പള്ളി ചന്താക്കട സന്ദർഭത്തിൽ മൈക്ക് ചമാക്കിയറ അതേപോലെ ഹോർണ് സമാക്കിയറ അതൊക്കെ നല്ല വോൾട്ടേജ് ഉള്ളത് പോലെ ഔത്ര മൂലക്ക് കേൾക്കണത് പോലെ അക്കസ്മാത്ത് ഒരു വക്ര ബാങ്ക് നിന്റെ ഒത്തുക കേട്ടില്ലാണ്ട് കണ്ണങ്ങ പള്ളിയുടെ പിത്തിൽ പന്നി നീ ഗലട്ടാക്കുക തുടങ്ങട അല്ലെങ്കിൽ സലാത്ത് കേൾക്കില്ല വാല് കേൾക്കില്ലാണ്ടായപ്പോ ആയത്ര സമസ്യ ഉണ്ടാക്കുക തുടങ്ങട നിനക്ക് വാല് കേൾക്കില്ല സലാത്ത് കേൾക്കില്ല ബാങ്കെന്തും കേൾക്കില്ല മൈക്ക് സൗണ്ട് മയ്യാവില്ല ചെന്നിട്ട് കമ്മിറ്റിടങ്ങ പുതിയ മൈക്കും അതേപോലെ എല്ലാ വ്യവസ്ഥയും ആക്കിയിട്ട് ആ പുതിയ മൈക്കുള്ളതാ അസ്സലാത്തു ഖൈറും മിനന്നൗം സുബ്ഹിയുടെ ബാങ്ക് നിന്റെ കാതര കണ്ടകടിച്ചോ അടിക്കണ രൂപത്തിൽ കേട്ടോണ്ടുണ്ടോ ആ സുബ്ഹിയുടെ ബാങ്കിൽ നിനക്ക് ഉറക്കില്ല നീ എണിക്കണനേണ് വേഗത്തിൽ ഞെട്ടിയോണ് എണിക്കണനേണ് എന്നിട്ടും മനുഷ്യരേ ആ ബാങ്ക് തീർന്നോടത്തോളം യശാറത്തായിട്ടിക്കറ് ബാങ്ക് കഴിഞ്ഞ പുറത്ത് കവിടുകെ ഉറങ്ങുക നോക്കുടനേണ് പിന്നെയും എണിക്കട ക്രമയില്ല. അങ്ങനെ ബാങ്ക് കേക്കട പള്ളിയുടെ പരിസരത്തിൽ ഇന്നാക പള്ളിയുടെ പരിസരത്ത് ഒരു മനുഷ്യ ഉണ്ടോണ്ട് കണ്ണീ ഭാഗ്യവന്തളാ അല്ലാഹു
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലായികത്ത് സദാ സമയം ഇറങ്ങണ ജാഗയായിട്ട് ഇവിടെ പള്ളി ചെല്ലണത്. പടച്ച തമ്പുരാന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് ബിൽഡിംഗ് ആയിട്ട് ഇവിടെ നിന്ററായത്തെ പള്ളി ചെല്ലണത്. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമുടെ ഊത്തുകൊണ്ടിട്ട് പ്രപഞ്ചത്തിൽ നിന്ന് സകലമാന വസ്തും ധൂളീപെട്ട അവിടെ സന്ദർഭത്തിൽ മോണേ കാഞ്ചില കോടി പള്ളി സഹിത ദുനിയാവിൽ നിന്നൊരു പള്ളിയുടെ ഒരു പൈൻ്റെ സമയത്ത് പോണ്ടില്ലടാ, അത് ധൂളീപ്പെട്ടാവില്ലടാ. അല്ലാഹു നീ സമർപ്പണാക്കിയ പള്ളിയുടെ പടച്ച തമ്പുരാന് കാത്തു സൂക്ഷിക്കടാ. അങ്ങനത്തെ പള്ളിയുടെ പരിസരത്ത് ഒരു മനുഷ്യക്ക് കെട്ടു സൗകര്യമായിട്ട് നിനക്ക് നീ ഭാഗ്യവന്ത, നിക്ക് ഇസ്സത്തുണ്ടോണ്ടറുത്ത. എന്നിട്ടും സമയത്ത് നിന്റെ പാലക്കാർ പടച്ച തമ്പുരാന്റെ പള്ളിയിൽ ബാങ്ക് കേൾക്കുമ്പോഴത്തേക്ക് പോയില്ലെങ്കിൽ, നിന്റെ മക്കളെ പടച്ച റബ്ബുടെ പള്ളിക്ക് ബാങ്ക് കേൾക്കുന്ന സന്ദർഭത്തിൽ കടത്തില്ലെങ്കിൽ എന്തുകളാ നിക്ക് കിട്ടാത്ത ഭാഗ്യം എന്തുകളാ. അല്ലാഹുടെ റഹ്മത്ത് നിക്ക് എങ്ങനെ ഉണ്ടാവുമോണേ. നോമ്പ് പറകു ഈ പണ്ടല്ല റേഷന്റെ സാമാൻ കൊണ്ടുപോയ പോലെ ചീലിൽ വലിച്ചോണ്ടത് എന്തിരെ ഈ തൊട്ടയിലിട്ടിട്ട് സാമാനെല്ലാം കൊണ്ടുപോയിട്ടിരുന്ന അരി സാമാൻ. അങ്ങനെ ചെറിയ ചെറിയ 5.5 വർഷം 4.5 വർഷം 3.5 വർഷത്തെ മക്കളെ വലിച്ചോണ്ട പള്ളി ആറ് അബ്ബായോണു തറാവി നിസ്കരിക്കുക മഗ്രിബ് നിസ്കാരത്തേക്ക് വലിച്ചോണ്ട് ഇശാ നിസ്കാരത്തേക്ക് ചെറിയ കിട 4.5 വർഷത്തേക്ക് കിട വലിച്ചോണ്ട പള്ളി അവിടെ പോയിട്ട് പള്ളി കാർപ്പറ്റിലെല്ലാം മൂത്ര ഭിത്തി വയ്ക്കും. ഓണുക്ക് പോന്നിട്ടും 25 വർഷത്തെ കെട്ടിലെ പാലക്കാരുള്ള അവനക്ക് വാത്ത സീക്കൂല്ല കൈകാട്ട നമ്മളവില്ല. അവൻ ഔത്ര ഭിത്തില് കളിച്ചോണ്ടുള്ള തുള്ളിയോണ്ടുള്ള അവന് പള്ളിക്ക് പോണ്ടേ. എനിക്കൊക്കെ തീരത്തെ മുമ്പടെ ബാത്റൂമത്തിൽ പോകുന്ന ഈ ശരി 3.5 വർഷം 4 വർഷത്തേക്ക് അവിടെ വലിച്ചോണ്ട പള്ളി. അതൊരു ഫാഷൻ. അവന്റെ ദിവസം നില പോന്നിട്ട് 25 വർഷത്തെ മക്ക പള്ളിക്ക് പോണ്ടില്ല. പള്ളിക്ക് വലിച്ച പോണ ഈ കിട അവിടെ അല്ല. ബദൽക്ക് നിന്റെ പോനേളും പോന്നിട്ടും 10-20 വർഷത്തെ ബാലക്കാരുടെ കാതര കുട്ടി പിടിച്ച പള്ളിക്ക് പോയിട്ട് നിസ്കരിപ്പാട്ടു. അതൊരു ബാപ്പട കർത്തവ്യ. ഒരാൾക്ക് ഫാഷൻ അത് മക്കളെ പള്ളി വിളിച്ച മതി. പൊടി മക്കളത് 7 വർഷത്തെ കാണക്ക് ചെറിയ മക്കൾ അപ്പിത്തപ്പിട്ടും പള്ളിക്ക് വിളിച്ചോ തീരാ. ഇസ്ലാമിക ശരീഅത്തിൽ അങ്ങനത്തെ ഒരു നിബന്ധനമില്ല. പടിപ്പാട്ടോട് ചെന്നിട്ടു നിസ്കരിക്കുക പടിപ്പാട്ട 7 വർഷത്തിൽ പിന്നെ 7-8 വർഷം കഴിഞ്ഞാൽ പിന്നെ തല്ലാത്ത മക്കളെ പാമ്പർസ് ഇട്ടിട്ടുണ്ടല്ലേ പള്ളിയുടെ പാത്ര ബീച്ചിലും മൂത്രവീത്തക്കും ഹറാമുള്ള, പള്ളിയുടെ പാമ്പർസിൽ മൂത്രവീത്തക്കും ഹറാമുള്ള, പള്ളിയുടെ നാളെ ബസീനും ബൈക്കല്ല. പള്ളിയുടെ ബസീൻ മൂത്ര ബീച്ചന്റെ ചെല്ലല്ലേ. പള്ളിയുടെ റൂമിൽ മീമ്പറോടെ ഒരു ബസീൻ ബീച്ച് പൊട്ടങ്ങേറ്റ് മൂത്ര അങ്ങനെ ആയിട്ട് മക്കൾക്ക് പാമ്പർസിൽ മൂത്ര ബീത്ര ചെന്നിക്ക്. അതുകൊണ്ട് മക്കളെ പള്ളിക്ക് വിളിച്ചു ഒരു ഫാഷൻ ആക്കണ്ട. അള്ളാഹു പൊരുത്തപ്പെടാത്ത ഒരു ഫാഷൻ. മക്കൾക്ക് 7 വർഷം 8 വർഷം പിന്നത്തെ മക്കളെ പള്ളിക്ക് വിളിച്ചു. പാലക്കാട് അവസ്ഥ ക്രിക്കറ്റ് മൈതാനത്തിൽ ഒരു നേറാസ വന്നപ്പോ 24 ഗണ്ട ക്രിക്കറ്റ് മൈതാനത്തിൽ ചെല്ലകു സംഖ്യ അവിടെ നിങ്ങൾക്ക് മുസ്ലിം അടങ്ങ യാറ എവിടെ ഉള്ളറാ മുസ്ലിം ഏരിയ ഏത് ഉണ്ടാ ആ ജാഗിൽ മൈതാന് ഫുള്ള് ഇട്ടിക്കിടുമോണേ. നാളെ ഞായറാഴ്ചല്ലേ നിന്റെ റായത്തിൽ എവിടെയെങ്കിലും 1.5 സെൻസ് ജാഗിലുള്ള മൈതാനിൽ നിങ്ങൾ പാലക്കാർ കുട്ടി തന്നെ കളിച്ചോണ്ടിക്കിടറവിടെ ജാവും പോളും അത്ര ചെണ്ടര പിറകിടെ പിറാന്തനായി ഓടിയത് പോലെ ഓടിയോണ്ടിക്കിടറ്. ക്രിക്കറ്റ് കളിക്കണ്ട ചെണ്ടല്ല ഒരു മനസ്സമാധാനത്തിൽ കളിക്കും. ഇണ്ട് കളി കാര്യമായിട്ടുള്ള കളിയല്ല ഇണ്ട് നടക്കുന്നത്. കളിയുണ്ട് കണ്ടെങ്കിൽ ക്രിക്കറ്റർ റണ്ണിടെ വീസുന്ന കലട്ട അവിടെ അടിപിടി അവിടെ എത്ര ബാറ്റിലും വിക്കറ്റിലും അടിച്ച് കൊന്നതുണ്ട് ചരിത്ര ദക്ഷിണ കന്നഡ ജില്ലയിൽ എത്ര ഗലാട്ടായുണ്ട്. അത് കളിയല്ല, അതിൽ എന്തോ ഒരു ഇബാദത്ത് പോലെ ആക്കിയിട്ടുള്ളവരെ ബിസേന്ദ്രെ ഓർത്ത ചെണ്ടറെ എറെ പിന്നൊരുത്ത കുട്ടറെ ഇന്നൊരുത്ത പിടിക്കടെ ഇന്നൊരുത്ത എറെ കുട്ടറെ പിടിക്കടെ ജാവും സൊബി തോളിടെ ഓർത്ത എറെ ഓർത്ത കുട്ടറെ പിന്നൊരുത്ത പിടിക്കടെ ഇന്നൊരുക്ക കൊടുക്കത് എറിലാണ്ട് അവന് കഴിഞ്ഞാൽ പാട് നീക്ക് പാടെ പിടിക്കൊണ്ട് പിടിച്ചെന്ന് നെഞ്ഞിൽ വെച്ചിട്ട് ഇറങ്ങി പിടിച്ചിട്ട് വറങ്ങളാ ചെണ്ടറെ നീ ബോൾഡേ എന്തെങ്കിലും കുട്ടികൾ കളിച്ചിട്ട് പിറാന്തൊക്കെ എതിരെ പിറകിൽ പോട്ടെ പിറാന്ത് നായി ഓടിയതുപോലെ ബോൾഡ് പിറകിൽ ഓട്ടെ പിറാന്ത പാലക്കാർ ഈസ്കാര വിട്ടിട്ടൊരു കളി ജോബ് വിട്ടിട്ടുള്ളൊരു കളി കുടുംബത്തെ ജവാബ്ദാരി മറന്നിട്ടൊരു കളി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളി നിങ്ങളുടെ ബാങ്കയുടെ ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് ക്രിക്കറ്റും വിക്കറ്റും ബോളും വലിച്ചെറിഞ്ഞിട്ട് നിക്ക് നിന്റെ പള്ളിക്ക് പറകു മനസ്സില്ലാണ്ട് കണ്ടെങ്കിൽ എന്ത് മുഅ്മിന് മോണേനെയാണ് എന്ത് മുസ്ലിം മോനെ നിന്റെ മയ്യത്ത് നിസ്കാരം പള്ളിയിൽ നിസ്കരിക്കണ്ടേ. നിന്റെ മയ്യത്ത് നിസ്കാരം ക്രിക്കറ്റ് ഗ്രൗണ്ടിലല്ലല്ലടാ. നിന്റെ അതേപോലെ മയ്യത്ത് ദഫനാക്കണ ഇത് ക്രിക്കറ്റിന്റെ ഗ്രൗണ്ടിലല്ല. ബദൽക്ക് നിന്റെ മയ്യത്ത്
മയ്യത്തിന് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നിന്റെ ദഫനാക്കരുത് കൊണ്ടുപോയിട്ട് ആ പള്ളിയുടെ പരിസരത്തില് മനുഷ്യ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടമുട്ട നിന്റെ പള്ളിക്ക് വിരുദ്ധ സാക്ഷി നിൽക്കുമ്പോത്തുകോ നിക്ക് യന്ത്ര ചൊല്ലുകു തീരുമോണേ. ബാലക്കാര കളി അങ്ങനെ കാണുമ്പോ ബേജാറോടെന്നുള്ള ചൊല്ലത്തില്ല. മുസ്ലിം ഏരിയ എവിടെ അവിടെല്ലാം ഈ കുട്ടി തന്നെ കളിച്ചോണ്ടിരിക്കണം. അസറാമ്പത്തുക്കും ഇന്ന് വലിയ ഇബാദത്ത് നോമ്പൊന്ന് വന്നു നോക്കൂ. നിങ്ങൾ എല്ലാരും ഉത്തര പരിസരത്തും സോണ്ടെ തുടങ്ങിട്. എല്ലാവരും പുതിയ പുതിയ ബാറ്റും വിക്കറ്റ് എല്ലാം തന്നെ റിന്യൂ ആക്കുന്ന സമയമായിട്ട് ഈ റമദാൻ അവിടെ കാണുന്നുണ്ട്. മുന്നുള്ള തസ്ബീഹയുടെ മാല, മുസല്ല, ഖുർആൻ, സലാത്ത് കിതാബ് എല്ലാം റെഡിയാക്കി വെക്കണം. നിസ്കാരം നോമ്പാമ്പത്തുക്കും ഇപ്പൊ പാലക്കാട് പുതിയ ബോള്, പുതിയ ബാറ്റ്, പുതിയ വിക്കറ്റ്, പുതിയ പിന്നെ കളിക്കട എല്ലാ വ്യവസ്ഥ, നെറ്റ്, അതേപോലെ ഫുട്ബോൾ, വോളിബോൾ എല്ലാ വ്യവസ്ഥ റെഡിയാക്കണേ. എന്തൊക്കെ അസറാമ്പത്തുക്കും മുന്നോലത്തെ അത്താളം ഉണ്ടെതിരെ കലക്കൊക്കെ വേണ്ടിട്ട് അസറാമ്പത്തുക്കൊന്ന് തുള്ളണോ. ഇല്ലെങ്കിൽ മോദിക്ക് ധർമ്മത്തിൽ കിട്ടുക പള്ളിയിൽ ധർമ്മത്തിൽ കിട്ടുന്ന പാട്ടൊക്കാവൂല. ക്ലിയർ ആയിട്ട് സെറ്റപ്പായിട്ട് വെച്ചിട്ട് പള്ളിക്ക് പോകും. നോമ്പ് തുറക്കുക വ്യവസ്ഥ കേക്കൊക്കെ പോണ്ടില്ല. എല്ലാ റായത്തെ അവസ്ഥ എങ്ങനെ 1 ലക്ഷം ജനലാകൃപ ചെലവാക്കടങ്ങ 5 ലക്ഷം ചെലവാക്കടങ്ങ ഉള്ളത് ഒരു നോമ്പ് തുറപ്പാട്ടൊക്കെ വേനായിട്ട് മോദിക്കിട്ട് ടൈമുള്ളൂ. നോമ്പ് തുറക്കുക 300-400 ആളിക്കിടറ പള്ളിയുടെ പരിസരത്തില് മുക്കരിക്ക നോമ്പ് തുറന്നിട്ട് ഖദ് ഖാമത്തിസ് സ്വലാത്തു ഖദ് ഖാമത്തിസ് സ്വലാ 200 ആള് നോമ്പ് തുറന്നിറ ഖദ് ഖാമത്തിസ് സ്വലാത്ത് പള്ളിയിൽ മഗ്രിബ് നിസ്കരിക്കും. ഇന്ന് 20 ആള് മാത്രം 180 ആള് മാറി തിന്നിട്ട് 40 പള്ളിയുടെ പള്ളിപ്പിത്തൽക്ക് പത്തിയിട്ടില്ല. അല്ലങ്കല്ല ചൊല്ലോ നീങ്ങ 200 ആളത് മയ്യാവാണ്ട് ഗലാട്ടയുടെ അവിടെ ആള് 225 ആളും 25 ആളും നോമ്പ് തുറക്കേണ്ട വ്യവസ്ഥ കിട്ടിയിട്ടില്ല. ആള് കണ്ടാ പെട്ടെന്ന് ഞങ്ങളെ എന്താ അഭിമാന. നോമ്പ് തുറക്കും ഭയങ്കര ആളുമാർ ഞങ്ങളുടെ റായത്തിൽ. ഇന്ന് മയ്യാവുള്ള കഴിഞ്ഞ വർഷം 25,000 കണെങ്കിൽ 30,000 രൂപ വേണം. ഈ ലിപ്പാസൻ ഇട്ട് കൊടുക്കാറില്ല. ഈ നോമ്പ് തുറക്കട തുറക്കാത്തങ്ങ വന്നിട്ട് ഈ രൂപത്തില് തിണ്ടിട്ട് പള്ളി നിസ്കരിക്കുന്ന സമയത്ത് ഇല്ലാണ്ട് കളിക്കട മൈതാനത്ത് വന്നിട്ട് തിണ്ടിട്ട് കൊണ്ടറിട്ട് കണ്ടെങ്കിൽ എന്തെങ്കിലും അത് തിന്ന കൊടുക്കണേ. ആരെങ്കിലും പാവത്തോണക്ക് തിന്നു കൊടുക്കുക. ഈ നോമ്പ് തുറപ്പാട്ട് മക്കളെ വിസയപ്പെട്ടു നോമ്പ് തുറക്കാത്ത മക്ക വന്നിട്ട് തിണ്ടുപൊട്ട് വിസയന്തല്ല. നോമ്പ് ഫറലല്ല. അല്ലാത്ത പാലക്കാട് സമയത്ത് ക്രിക്കറ്റ് മൈതാനത്തിൽ കളിച്ചിരുന്നു. നോമ്പ് സമയത്ത് പിടിക്കാണ്ട് പള്ളിയിൽ റാഹത്തിൽ തിന്നിട്ട് മഗ്രിബ് നിസ്കാരത്തിന്റെ സമയത്ത് പള്ളിക്ക് നൂന്നാട്ട് ഓട്ടങ്ങെത്തി എന്തൊക്കെ തിന്നോ കൊടുക്കണം. പള്ളിയുടെ ഭിത്തിയിൽ 5 സ്റ്റാർ ഹോട്ടലാ. പള്ളിയുടെ ഭിത്തിൽ ആക്കട ഗമ്മത്തങ്ങത്തെ 5 സ്റ്റാർ ഹോട്ടലിന്റെ സമയത്ത് ഓർഡർ ആക്കിയിട്ട് അരഗണ്ട കാത്ത് തെച്ചുന്ന സമയത്ത് കിട്ടില്ല. ആ നമുക്ക് ബിരിയാണിയും കോഴി കായ്ച്ചതും പിന്നെ തിന്നിടത് മൂസുറുത് വേറെ, നക്കരുത് വേറെ, നോക്കുന്നത് വേറെ, വേറെ വേറെ ഐറ്റംസ് 10-25 ആക്കി കൊടുത്തു. ഇത് തിന്നിട്ട് പൊക്കളുടെ മണ്ണ് ചൊര കൊടുത്തിട്ട് ഒന്നും അറിയാമല്ല. പള്ളിയിൽ നോമ്പ് തുറപ്പാട്ടൊക്കെ ആക്കണായത് നിസ്കരിക്കുക ബണ്ട പോണു. അവന് നോമ്പ് തുറന്നിട്ട് ഔത്ര ഭർത്തായിട്ട് പറയുമ്പോൾ മഗ്രിബ് നിസ്കാരത്തേക്ക് എത്തല ഐക്ക് വേനായിട്ട് ഒരു സോജിയ, ഒരു സർബത്ത, ഒരു കാരക്കളം, ഒരു ഈത്തപ്പഴം അത്രേ. ആ നോമ്പ് പിടിച്ചോണ കഥ മയ്യാവിടും. അങ്ങനെ നോമ്പ് തുറന്ന് അവന് പോയിട്ട് ഔത്തിൽ തിന്നോണോ. ഗതിയില്ലാത്തോണല്ല പള്ളിക്ക് വേണ്ടത്. എന്തുകളെ ഈ നമുക്ക് 5 സ്റ്റാർ ഹോട്ടൽ പോലാക്കിട്ട് പള്ളിയുടെ പരിസരത്തെ കൊടുക്കണ്ട ചിലടല്ല. വന്ന് 200 ആളുമാർ നോമ്പ് തുറന്നിട്ട് കാരണം 210 ആളുമാർ പള്ളിയിൽ നിസ്കരിക്കുക ജമാഅത്തേക്ക് വേണം മഗ്രിബ്. അത്ര കൺഫേം ആക്കുക. തീരെ നോമ്പ് തുറക്കി ഇല്ലെങ്കിൽ അത് നിക്ക് കൂലി കിട്ടും. ചെറിയ പേര് കണ്ട ഈ നോമ്പ് തുറപ്പാട്ട് നോമ്പ് പിടിക്കാത്തവർക്ക് തീന്റെ പാട്ടി അതൊക്കെ സഹായിയാക്കി കൂലി കിട്ടും. ചെറുത് പേരിക്കണ്ട. അത് ഫാഷൻ ആയിട്ട് പള്ളിയുടെ പരിസരത്ത് നോമ്പ് തുറപ്പാട്ട് എത്തിച്ചിട്ടുണ്ട്. ഒരു ഫാഷൻ, ഒരു വസി. പണ്ടു ഇന്ത് നോമ്പ് തുറപ്പാട്ടത് അങ്ങനെ നോമ്പ് തുറന്ന് വന്നോണ്ട് പിന്നെ ഒരു കഞ്ഞ എന്തെങ്കിലും ആക്കി കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. പടച്ചവനെ സ്പർദ്ധ അവിടെ എത്ര നോക്കണം. എത്ര കാണാൻ യാത്ര ചെലവ് ഞങ്ങളെ റായത്തിലാക്കും. റോഡ് സൈഡ് ഇട്ടാകുമ്പോഴത്തേക്ക് എവിടെ യാത്ര പോകണ്ടെങ്കിൽ ഇക്കും മൈസിലപ്പോ അങ്കളുടെ നോമ്പ് തുറക്കേണ്ട വ്യവസ്ഥ പിന്നെ കൂലി കിട്ടത്. ആയങ്ക ഈ നമുത്തുൽ ഹലാക്കാക്കിട്ട് നോമ്പ് തുറന്നൽ പിന്നെ പള്ളിയുടെ പരിസരത്തുള്ള പിന്നെ കസത തൊട്ടി ഉണ്ടല്ലേ, വേസ്റ്റ് ബക്കറ്റ്, ഡസ്റ്റ്ബിൻ, അതൊന്ന് നോക്കിയുള്ള എത്ര ഉണ്ട്. തിണ്ടതിരെ കാണാൻ എറിഞ്ഞത് അവിടെ ഉണ്ട്. മക്ക കൈയിട്ടിട്ട് ഗലീജാക്കിട്ട് എത്ര ഫ്രൂട്ട് ഐറ്റംസ്, എത്രയൊക്കെ ചോറും, എത്ര ബിരിയാണിയും, എത്ര ഇറച്ചും, എത്ര കോളിയും. അതുകൊണ്ട് ഈ ബിസല്ല ചമ്മ ആലോചനാക്കിയാലോ ഈ അല്ലാഹു തആല തന്ന നിഅമത്ത് ഹലാക്കാക്കുക തീരാ. അതേപോലെ നിന്റെ പിരിസത്തെ മുഅ്മിനേ നിങ്ങളുടെ റായത്തെ ബല്യാസിന്റെ അവസ്ഥ നോക്കുന്നതാണ്. പണ്ട് നിങ്ങളുടെ റായത്തിൽ ബല്യാസിന്റെ കണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളിക്ക് പോകുവാനായിട്ട് ഒരു നാൾ മുന്നോട്ട് വയസ്സറങ്ങ റെഡിയാവറ്. നീ നോക്കുക
വെള്ളിയാസറിന്റെ സ്വബൈക്ക് വെള്ളിയാസറിന്റെ റജ എല്ലാവർക്കും സ്വബൈക്ക് നിങ്ങളെ പാപ്പടങ്ങാ നിങ്ങള് അജ്ജടങ്ങാ മുടിയെല്ലാം കട്ടാക്കിട്ട് മീസെല്ലാം കട്ടാക്കിട്ട് താടിയെല്ലാം ഒപ്പാട്ടിട്ട് ഉഗുറെല്ലാം കട്ടാക്കിട്ട് ഡ്രസ്സെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഒരു ഒലിമ്പരെ 10 ഗಂಟೆ കാണും ഒന്നുള്ള പടച്ചതമ്പുരാന്റെ പള്ളിക്ക് പോയോണ്ടിന്നൊരു കാലയന്ത് യാസീൻ ഓതിട്ട് സൂറത്തുൽ കഹ്ഫ് ഓതിട്ട് ദിക്ർ ചെന്നിട്ട് തസ്ബീഹ് ചെന്നിട്ട് ദുആറന്നിട്ട് ഖതീബ ഖുതുബ ഓതിട്ട് നിസ്കാരല്ല കഴിഞ്ഞാൽ പിന്നെയും ദുആ കഴിഞ്ഞാൽ പിന്നെ ഇന്നും 5-10 നിമിഷത്തെ വാളല്ല കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നിസ്കരിച്ചാൽ പിന്നെ ഒതുകുമല്ല പന്ത്രണ്ടോട്ടിന്നൊരു കാലയന്ത് ഇണ്ട് മനുഷ്യ കൈകാള് സമ ഇന്ന ബാലക്കാറാ ഖുർആൻ ഓതുകു തെരമോണേ ദ്വാരകൊകു ബായി ബണ്ടവണേ നീനുണ്ട പള്ളിക പൊണ്ടരാ ഖുതുബല്ല കഴിഞ്ഞാൽ പിന്നെ മുക്രിക ഖദ് ഖാമത്തിസ് സ്വലാത്തു ഖദ് ഖാമത്തിസ് സ്വലാത്ത് ഇഖാമത്ത് കൊടുക്കുന്ന സന്ദർഭത്തിൽ പള്ളിക്ക് നൂണ്ടനാണ് അതേപോലെ ഉസ്താദദാ ഇമാമദാ ഒന്നാമത്തെ സലാം വീട്ടിലോട് കൂടെ എണിച്ചിട്ട് ഓടുകയായിട്ട് നിക്ക് 10 നിമിഷ സമയത്ത് പള്ളിയിലേക്ക് നിക്ക് മനസ്സില്ല ഇത് അല്ലേ എന്റെ ബാലക്കാറാക്കിക്കൊണ്ടുള്ളത് ലാസ്റ്റ്ക്ക് വന്നോണ് വേഗ ഓടറാ വേഗ വന്നോണ് ലാസ്റ്റ്ക്ക് പോണ്ട വയസ്സായ കൈക്ക് തീരാത്ത കൈക്കാളും പറയുന്നത് നെഞ്ഞം പറയുന്നത് ഷുഗർ ഇന്നത് പ്രഷർ ഇന്നത് ഇങ്ങനത്തെല്ലാം പള്ളി ചുമ്മനേറെ വന്നിട്ട് അല്ലാഹു ഖുർആൻ ഓതിയോണ്ട് ദിക്ർ തസ്ബീഹ് ചന്ദ്രദ്വാരന്നോണ്ട് മനുഷ്യരെ എല്ലവും പടച്ചറപ്പ് തന്നവണില്ലേ കയ്യും കാളും സമ ഇന്നവണോ ആരോഗ്യ സമ ഇന്നവണോ നടക്കുക തെരവണോ തീരവണോ ലാസ്റ്റ്ക്ക് പള്ളിക്ക് പോണ്ട വേഗത്തിൽ പള്ളിയിടണിച്ച് ഓടുറാ മനുഷ്യരെ ഈ ജുമുഅ ചെല്ലതുണ്ടല്ലേ ജമാഅത്ത് ചെല്ലതുണ്ടല്ലേ അത് കേവലം ഒരു നിസ്കാരത്തിക്ക് സീമിതമാവുക വേണമായിട്ടുള്ളതല്ല 5 വക്ത് നിസ്കാരം നിന്റെ ഉത്തുൽ നിസ്കരിച്ചെങ്കിൽ സമാവാത്തത് കൊണ്ടിട്ടല്ല ജമാഅത്ത് ഇസ്ലാം ശറഅക്കിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല 2 റക്അത്ത് ളുഹ്റുടെ ഷോർട്ട് ആക്കിയിട്ട് 2 റക്അത്ത് ആക്കിയിട്ട് ജുമുഅ ആക്കിയിട്ട് വേഗം ജുമുഅ നിസ്കാരം തീർക്കിട്ട് കഡായായിട്ട് ജുമുഅത്തേക്ക് പള്ളിക്ക് എത്തണോ ചെന്നിട്ട് റബ്ബ് തആല നിർബന്ധാക്കിയത് എന്ത് കണ്ടു തരിയണോ ഞങ്ങൾ എപ്പോഴും ശാശ്വതമായിട്ട് സംഘടിതമായിട്ട് ഓടിക്കണായത് ആ സംഘടിതമായിട്ട് കൊയ്ക്കണത് ഞങ്ങൾ ഒട്ടായിട്ട് ചേർന്നത് എപ്പോഴും ശാശ്വത അല്ലാത്തത് ഒന്നു നീ ആലോചനാക്കോള കഴിഞ്ഞ വർഷം ഇവിടെ വാത് നടന്നിട്ടില്ല മുന്നോളും വാത് നടന്നിട്ടില്ല അതിനെ കാണാൻ മുന്നോളും വാത് നടന്നിട്ടില്ല കഴിഞ്ഞ വർഷത്തിലും പള്ളിയില്ലാത്ത അതിനെ കാണാൻ മുന്നോളും പള്ളിയില്ലാത്ത ആ പള്ളി ഇബാദത്ത് നടന്നിട്ടില്ല അതേപോലെ മുന്നോള് ഈ പള്ളിയിൽ നിസ്കരിച്ച ആളും മാറെ കൂട്ടത്തില് പുതിയ പള്ളി ഉദ്ഘാടന കാണുന്നോളൂ ഈ പള്ളിയുടെ പരിസരത്തുള്ള അപരസ്ഥാനത്തിൽ എത്ര ആള് കിടന്നിട്ടുള്ളത് മോണേ ഒട്ടിക ഇന്നങ്ങ കുഞ്ചിക്ക് കുഞ്ചി സേർപാട്ടിട്ട് കാളുക കാള് സേർപാട്ടിട്ട് ഒട്ടിക നിന്നിട്ട് നിസ്കരിച്ചവണോ ആ നിസ്കരിച്ചങ്ങളെ കൂടുതൽ നിന്റെ ശത്രും ഇന്ന നിന്റെ മിത്രും ഇന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജമാഅത്തിന്റെ മുഖാന്തര പ്രതി ഒരു മനുഷ്യനെയും മുട്ടാക്കുക പടച്ചറബ് ഹിക്മത്തുള്ള നിക്ക് കണ്ടെങ്കാവാത്തൊരു ശത്രുള്ള നിന്റെ റായത്തില് വർഷായി തവണ ഒട്ടിക്ക് നീ പളക പറയാണ്ട് അങ്ങത്തവണ വന്നിട്ട് പള്ളി നിസ്കരിച്ചോണ്ടിരിക്കുന്ന സന്ദർഭത്തില് നേരെ പിറകിൽ നീ വന്നപ്പോ അവൻ അറസത്തവണല്ലേ ചന്ദ്രവന്റെ ബുട്ടോട് ദൂരം നിന്നിട്ട് നിസ്കരിക്കട ക്രമമില്ല അറസയെല്ലാം പള്ളിയുടെ ജാലായിട്ടിക്കട അവന്റെ കുഞ്ചിക്ക് കുഞ്ചി സേർപ്പാട്ട് അവന്റെ ഒട്ടിക്ക് നീ നിസ്കരിക്കട നിസ്കാര കഴിഞ്ഞിട്ട് പുറത്ത് പറയുമ്പോ നീ വേറെ ആയെങ്കും പള്ളിയുടെ ഉൾക്കത്തിൽ എത്ര പേരെ ശത്രു നീ ഒട്ടായിട്ട് നിസ്കരിക്കില്ലേ അതേപോലെ പാവത്തവണോ പൈസത്തവണോ ഇന്നവണോ ഇല്ലാത്തവണോ കറുത്തവണും വെളുത്തവണും രോഗിയും ആരോഗ്യവും എല്ലാരും ഒരുപോലെ തോളുകു തോള് നീ പാട്ടിലൊന്ന് വക്കട്ട് പ്രദർശനാക്കിട ജാഗയല്ല നിന്റെ റബ്ബട പള്ളി അത് എപ്പോഴും കിട്ടില്ലടാ ആ പിരസപ്പാടും ആ വക്കട്ടും മങ്ങിൽ തൗത്തുല് കിട്ടില്ല വേറെ ഇന്ന ഇതര സഭ സമാരംഭത്തിൽ കിട്ടില്ല വേറെ ഏതെങ്കിലും മരിച്ച ഔത്തുലും കിട്ടില്ല അത് പള്ളിക്ക് എത്തിയപ്പോ കിട്ടിയ പ്രത്യേകമായിട്ടൊരു പവറുള്ള മോണേ അത് കുറിയ നാള് മാത്രമുള്ളത് ശാശ്വതല്ലടാ ഞങ്ങളെ കുഞ്ഞിക്ക് തട്ടുപാട് നിസ്കരിച്ചോണ്ട് ഇന്ന് 6 അടി മണ്ണില്ല ഞങ്ങൾ ഒട്ടിക സുജൂദിട്ടോണ്ട് ഇന്നുണ്ട് 6 അടി മണ്ണിലില്ല എന്തൊക്കെയാണ് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരെ പടിപാടി തന്നാളുമാ
ഇതേ പള്ളിയിൽ 35 വർഷത്തോളം ഖതീബായിട്ട് ഇത് ആർമിക്ക ചൈതന്യ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കി കൊടുത്ത് ബഹുമാനപ്പെട്ട യൂസുഫ് ഹാജി ഉസ്താദ് അല്ലാഹുവേ ആ നല്ല മനുഷ്യരുടെ ഖബർ വിശാലമാക്കി അല്ലാഹ് ആ നല്ല മനുഷ്യരുടെ ഇൽമുടെ പ്രകാശം ഖിയാമുന്നാളത്തോളം ഈ ഖിയാമുന്നാളത്തോളം ഈ റായത്തിലെ പ്രഭചുരുടെ രൂപത്തിലാക്കി തമ്പുരാനെ പടച്ചവനെ ആ നല്ല മനുഷ്യരുടെ മുഖത്ത് നീ സ്വർഗ്ഗത്തിൽ നിങ്ങളെ കുടുംബത്തിനും നമുക്കെല്ലാവർക്കും നീ കാട്ടിത്താ അല്ലാഹ് അങ്ങനത്തെ ചരിത്ര പ്രസിദ്ധന്മാരായ സാലിഹ്യങ്ങളായ ആലിമീങ്ങൾ അരിഫീങ്ങൾ നേതൃത്വം കൊടുത്ത സുന്ദരമായ ജാഗിയർ അതേപോലെ ബഹുമാനപ്പെട്ട ആദം ഉസ്താദ് നിങ്ങൾക്ക് தெரியாതങ്ങളല്ല എന്തൊരു മനുഷ്യ ഏത് കഷ്ടത്തെയും ഞങ്ങത്തെ ദിന്നത്തെ ബിസൈനെങ്കും പോയിട്ട് ആദം ഉസ്താദിന്റെ സന്നിധിയിൽ ഒന്ന് വെച്ചപ്പോ ആ ഒരു ചിരിക്കമയ്യായോണ്ട് അതേപോലെ ബായി നിറോടുന്ന ഒരു പുഞ്ചിരിമയ്യായോണ്ട് ആ പ്രവചരിഞ്ഞോട്ട് മുഖം ഒന്ന് നോക്കളോട് കൂടെ സകല സമസ്യവും പരിഹാരായോണ്ട് നല്ല താൽമലയും ഉമ്മത്തിന് നേതൃത്വം കൊടുത്തോണ്ട് ബഹുമാനപ്പെട്ട ആദം ഉസ്താദിനെ പോലത്തെ സാലിഹ്യങ്ങൾ ഇന്നറായ മനുഷ്യരെ അങ്ങ് എല്ലാവരും ഉണ്ടതാ നിങ്ങൾക്ക് വേണ ഈ രൂപത്തിൽ ദീന പടി പാട്ടിട്ട നിങ്ങൾക്ക് നിസ്കാര പടി പാട്ടിട്ട ഖുർആൻ പടി പാട്ടിട്ട നിങ്ങളെ സമാധാനമൊക്കെ പാട്ടിട്ട നിങ്ങൾക്ക് സാന്ത്വനത്തെ പളക ചെന്നിട്ട് നിങ്ങളെ ഉമ്മമാരുടെ പേര് നിങ്ങളെ പാപ്പടങ്ങളെ പേര് നിങ്ങളെ അജ്ജിമാർ നിങ്ങളെ റായത്തങ്ങ നിങ്ങളെ നിരക്കരടങ്ങ് നിങ്ങളെ കുടുംബത്തങ്ങ നിങ്ങളെ ഒട്ടിക്ക് നിങ്ങളെ മേലെല്ലാം മയ്യത്ത് നിസ്കരിച്ചോണ്ടിരുന്നെങ്ങ അങ്ങ് മയ്യത്ത് നിസ്കാര പടി പാട്ടിക്കൊണ്ടിരുന്നെങ്ങ എല്ലാ നല്ല നല്ല കർമ്മത്തിനും നേതൃത്വം കൊടുത്തോണ്ട് ഈ റായത്തിൽ പ്രകാശപൂരിതമായിട്ട് ജീവനം നടത്തിയോണ്ടിന്ന് ഈ റായത്തിൽ ബെൽക്കിരി കാട്ടിയോണ്ടിന്ന് കൽബിൽ നിറഞ്ഞിട്ടുന്ന എല്ലാ ചിമ്മടയും വലിച്ചെറിഞ്ഞിട്ട് കൽബ് ഈമാനികമായ പ്രഭ ചൊരിഞ്ഞു കൊടുത്തോണ്ടിന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് ഹാജി ഉസ്താദിനെ പോലോത്തെ ആദം ഉസ്താദിനെ പോലോത്തെ സാലിഹ്യങ്ങൾ ഉണ്ടതാ 6 അടി മണ്ണിലുള്ള മനുഷ്യരെ അല്ലാഹുവേ ഞങ്ങളെ മണ്ണറ മണിയറയാക്കി അല്ലാ ഞങ്ങളെ നീ സ്വർഗ്ഗത്തിൽ നമുക്ക് നീ തിരിച്ചു താനാതാ മനുഷ്യരെ അങ്ങനെ ധാർമ്മികമായ ചൈതന്യം ഉണ്ടാക്കി തന്നെങ്ങ അതിലായിട്ട് കിടേണ്ട ഞങ്ങളെ ഈമാനിക പ്രഭ ചൊരിഞ്ഞോണ്ടുള്ളത് ഞങ്ങളെ നിസ്കാരത്തോടെ പ്രതിഫല ഞങ്ങളെ ഖബറിയത്ത് പാട്ടിയോണ്ട് കട പടജതമ്പുരാര് ഞങ്ങൾ സകലமான സത്കർമ്മത്തെയും ഒരു ഭാഗങ്ങളെ ഖബറുകൾ അല്ലാഹു എത്തുപാട്ടിയോണ്ട് കട ആ രൂപത്തിൽ ഈ ഭൂമിയിൽ വെച്ചിട്ട് ദീനി ചൈതന്യം ഉണ്ടാക്കിയ ആളും മാറും ചെന്നോണ്ടുള്ളത് ഞങ്ങൾ മരിച്ചാൽ പിന്നെ ഞങ്ങളുടെ ഒരു സ്മാരക ഇവിടെ ഉണ്ടാവണോ ഞങ്ങൾ മരിച്ചാൽ പിന്നെ ഞങ്ങളെ സ്മാരക ഉണ്ടാവണോ അത് മൂർത്തി കെട്ടി വെച്ചിട്ടല്ല എന്തെങ്കിലും ബിൽഡിംഗ് കെട്ടി വെച്ചിട്ടല്ല ഞങ്ങളെ പേര് റോഡ് കിട്ടി കൊടുത്തിട്ടല്ല ഞങ്ങളെ പേര് മൈതാനത്തേക്ക് വെച്ച് കൊടുത്തിട്ടല്ല ബദലഗത മരിച്ചിട്ട് ഒരു സകൽ പിന്നെയും ആദം ഉസ്താദിന്റെ പേര് സകലാള് മാറ ബായിൽ പണ്ട് മരിച്ചിട്ട് ചുമ്മ ഒരു സകഞ്ഞിട്ടും ബഹുമാനപ്പെട്ട യൂസുഫ് ഹാജി ഉസ്താദിന്റെ പേര് തിണ്ടിട്ട് പള്ളി നിസ്കരിക്കുക സമയത്ത് ഇല്ലാണ്ട് കളിക്കട മൈതാനത്ത് വന്നിട്ട് തിണ്ടിട്ട് കൊണ്ടറിട്ട് കണ്ടെങ്കിൽ എന്തുകൾ അത് തിന്നു കൊടുക്കണേ ആരെങ്കിലും പാവത്തോണക്ക് തിന്നു കൊടുക്കുക ഈ നോമ്പ് തുറപ്പാട്ട് മക്കളെ വിസയപ്പെട്ട് മക്ക വന്നിട്ട് തിണ്ടുപൊട്ട് വലിയ വിഷയന്തല്ല നോമ്പ് ഫറലല്ല അല്ലാത്ത പാലക്കാർ സമയത്ത് ക്രിക്കറ്റ് മൈതാനത്തിൽ കളിച്ചിരുന്നു നോമ്പും സമയത്ത് പിടിക്കാണ്ട് പള്ളിയിൽ റാഹത്തിൽ തിന്നിട്ട് മഗ്രിബ് നിസ്കാരത്തിന്റെ സമയത്ത് പള്ളിക്ക് നൂനാട്ട് ഓട്ടങ്ങത്തി എന്തൊക്കെ തിന്നോ കൊടുക്കണം പള്ളിയുടെ പള്ളിയുടെ വീട്ടിൽ 5 സ്റ്റാർ ഹോട്ടലാ പള്ളിയുടെ വീട്ടിൽ ആക്കടെ ഗമ്മത്തങ്ങത്തെ 5 സ്റ്റാർ ഹോട്ടലിന്റെ സമയത്ത് ഓർഡർ ആക്കിയിട്ട് അരഗണ്ട കാത്തും തെച്ച സമയത്ത് കിട്ടില്ല ആ നമുക്ക് ബിരിയാണിയും കോഴി കായ്ച്ചതും പിന്നെ തിന്നിടതും മൂസുറുത് വേറെ നക്കരുത് വേറെ നോക്കുന്നത് വേറെ 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 ഐറ്റംസ് 10-25 ആക്കി കൊടുത്തു ഇത് തിന്നിട്ട് പൊക്കളുടെ മണ്ണ് ചൊര കൊടുത്താൽ ഒന്നും അറിയാമല്ല പള്ളിയിൽ നോമ്പ് തുറപ്പാട്ടൊക്കെ ആക്കണായത് നിസ്കരിക്കുക ബണ്ട പോണു അവന് നോമ്പ് തുറന്നിട്ട് ഉത്തര ഭർത്തായിട്ട് പറയുമ്പോൾ മഗ്രിബ് നിസ്കാരത്തേക്ക് എത്തല ഐക്യമാനായിട്ട് ഒരു സോജിയ ഒരു സർബത്ത ഒരു കാരക്കളം ഒരു ഈത്തപ്പഴം അത്രേ ആ നോമ്പ് പിടിച്ചോണക്ക് അതേ മയ്യാവിടൂ അങ്ങനെ നോമ്പ് തുറന്നിട്ട് അവന് പോയിട്ട് അവത്തിൽ തിന്നോണോ ഗതിയില്ലാത്തവണല്ല പള്ളിക്ക് വേണ്ടത് എന്തുകളെ ഈ നമുക്ക് 5 സ്റ്റാർ ഹോട്ടൽ പോലാക്കിട്ട് പള്ളിയുടെ പരിസരത്തെ കൊടുക്കണ്ട ചിലടല്ല വന്ന് 200 ആളുമാർ നോമ്പ് തുറന്നിട്ട് കാരണം 210 ആളുമാർ പള്ളിയിൽ നിസ്കരിക്കുക ജമാഅത്തേക്ക് വേണം മഗ്രിബ് അത്ര കൺഫേം ആക്കുക തീരെ നോമ്പ് തുറക്കി ഇല്ലെങ്കിൽ നിനക്ക് കൂലി കിട്ടും എന്നൊരു പേര് കണ്ട ഈ നോമ്പ് തുറപ്പാട്ട് നോമ്പ് പിടിക്കാത്തവർക്ക് തീന്റെ പാട്ടി അതൊക്കെ സഹായിയാക്കി കൂലി കിട്ടും എന്നൊരു പേര് കണ്ട അത് ഫാഷൻ ആയിട്ട് പള്ളിയുടെ പരിസരത്ത് നോമ്പ് തുറപ്പാട്ട് എത്തിച്ചിട്ടുണ്ട് ഒരു ഫാഷൻ ഒരു വസി പണ്ടു ഇന്ത് നോമ്പ് തുറപ്പാട്ടത് അങ്ങനെ ഒത്തിരി നോമ്പ് തുറന്ന് വന്നോട്ട് പിന്നെ ഒരു കഞ്ഞ എന്തെങ്കിലും ആക്കി കൊടുത്തോണ്ടിരുന്നാർ ഇപ്പൊ അങ്ങനെയല്ല പടച്ചവനെ സ്പർദ്ധ അവിടെ എത്ര ഉണ്ടോ നോക്കണം അത്ര കാണാൻ ഏറെ ചെലവ് ഞങ്ങളെ റായത്തിലാക്കും റോഡ് സൈഡ് ഉണ്ടാകുമ്പോഴത്തേക്ക് എവിടെ യാത്ര പോകണ്ടെങ്കിൽ ഇപ്പൊ ചിലപ്പോ അങ്കളുടെ നോമ്പ് തുറക്കേണ്ട വ്യവസ്ഥ പിന്നെ കൂലി കിട്ടത്
ആയങ്ക ഈ നമ്മുത്തുൽ ഹലാക്കാക്കിട്ട് നോമ്പ് തുറന്നാൽ പിന്നെ പള്ളിയുടെ പരിസരത്തുള്ള പിന്നെ കസത തൊട്ടി ഉണ്ടല്ലേ, വേസ്റ്റ് ബക്കറ്റ്, ഡസ്റ്റ്ബിൻ, അതൊന്ന് നോക്കിയുള്ള എത്ര ഉണ്ട് തിണ്ടതിരക്കാണ് അയാൾ എറിഞ്ഞതവിടെ ഉണ്ട്. മക്ക കൈയിട്ടിട്ട് ഗലീജാക്കിട്ട് എത്ര ഫ്രൂട്ട് ഐറ്റംസ്, എത്രയൊക്കെ ചോറും, എത്ര ബിരിയാണിയും, എത്ര ഇറച്ചും, എത്ര കോളിയും. അതുകൊണ്ട് ഈ ബിസല്ല ചമ്മ ആലോചനാക്കിയല്ലോ ഈ അല്ലാഹു തആല തന്ന നിഅമത്ത് ഹലാക്കാക്കുക തീറ. അതേപോലെ നിന്റെ പിരിസത്തെ മൂമിനെ ഞങ്ങളായത്തെ ബെല്യാസിന്റെ അവസ്ഥ നോക്കുന്നതാണ്. പണ്ട് ഞങ്ങളായത്തിൽ ബെല്യാസിന്റെ കണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളിക്ക് പോകുവാനായിട്ട് ഒരു നാള് 3 വയസ്സറങ്ങ് റെഡിയാവർ. നീ നോക്കുക വെള്ളിയാസറിന്റെ സ്വബൈക്ക്, വെള്ളിയാസറിന്റെ രജ എല്ലാവർക്കും സ്വബൈക്ക് ഞങ്ങളെ പാപ്പടങ്ങാ, ഞങ്ങള് അജ്ജടങ്ങാ, മുടിയെല്ലാം കട്ടാക്കിട്ട്, മീസെല്ലാം കട്ടാക്കിട്ട്, താടിയെല്ലാം ഒപ്പാട്ടിട്ട്, ഉഗുറെല്ലാം കട്ടാക്കിട്ട്, ഡ്രസ്സെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഒരു 10 ഗಂಟೆ കാണും ഒന്നുള്ള പടച്ചതമ്പുരാന്റെ പള്ളിക്ക് പോയോണ്ടിന്നൊരു കാലയന്ത് യാസീൻ ഓതിട്ട്, സൂറത്തുൽ കഹ്ഫ് ഓതിട്ട്, ദിക്ർ ചെന്നിട്ട്, തസ്ബീഹ് ചെന്നിട്ട്, ദുആറന്നിട്ട്, ഖതീബ് ഖുതുബ ഓതിട്ട്, നിസ്കാരല്ല കഴിഞ്ഞാൽ പിന്നെയും ദുആ കഴിഞ്ഞാൽ പിന്നെ ഇന്നും 5-10 നിമിഷത്തെ വാളല്ല കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നിസ്കരിച്ചാൽ പിന്നെ ഒതുകുമല്ല ബന്ധുണ്ടോട്ടെന്നൊരു കാലയന്ത് ഇണ്ട് മനുഷ്യ കൈക്കാള് സമ ഇന്ന ബാലക്കാറ ഖുർആൻ ഓതുകു തെരമോണേ ദുആര കൊഗു ബായി ബണ്ടവണേ നീനുണ്ട പള്ളിക്ക് പോണ്ടരാ ഖുതുബല്ല കഴിഞ്ഞാൽ പിന്നെ മുക്രിക ഖദ് ഖാമത്തി സ്വലാത്തു ഖദ് ഖാമത്തി ഇഖാമത്ത് കൊടുക്കുന്ന സന്ദർഭത്തിൽ പള്ളിക്ക് നൂണ്ടനെയാണ്. അതേപോലെ ഉസ്താദദാ ഇമാമദാ ഒന്നാമത്തെ സലാം വീട്ടിലോട് കൂടെ എണിച്ചിട്ട് ഓടുകായിട്ട് നിക്ക് 10 നിമിഷ സമയത്ത് പള്ളിയിലേക്ക് നിക്ക് മനസ്സില്ല. ഇത് അല്ലേ എന്റെ ബാലക്കാറാക്കിക്കൊണ്ടുള്ളത്. ലാസ്റ്റ് വന്നോണു വേഗ ഓടറാ, വേഗ വന്നോണു ലാസ്റ്റ് പോണ്ട. വയസ്സായ എനിക്ക് തീരാത്ത കൈക്കാള് നമ്മളയുന്നത്, നെഞ്ഞ് നമ്മളയുന്നത്, ഷുഗർ ഇന്നത്, പ്രഷർ ഇന്നത്, ഇങ്ങനത്തെല്ലാം പള്ളി ചുമ്മനേറെ വന്നിട്ട് അല്ലാഹു ഖുർആൻ ഓതിയോണ്ട് ദിക്ർ തസ്ബീഹ് ചന്ദ്രദ്വാരന്നോണ്ട് മനുഷ്യരെ എല്ലവും പടച്ചറപ്പ് തന്നവണില്ലേ. കയ്യും കാളും സമ ഇന്നവണോ, ആരോഗ്യ സമ ഇന്നവണോ, നടക്കുക തെരവണോ തീരവണോ, ലാസ്റ്റ് പള്ളിക്ക് പോണ്ട, വേഗത്തിൽ പള്ളിയുടെ എണിച്ച് ഓടുറാ മനുഷ്യരെ. ഈ ജുമുഅ ചെല്ലതുണ്ടല്ലേ, ജമാഅത്ത് ചെല്ലതുണ്ടല്ലേ, അത് കേവലം ഒരു നിസ്കാരത്തിന് സീമിതമാവുക വേണമായിട്ടുള്ളതല്ല. 5 വക്ത് നിസ്കാരം നിന്റെ ഉത്തുൽ നിസ്കരിച്ച സമാവാത്ത് അത് കൊണ്ടിട്ടല്ല ജമാഅത്ത് ഇസ്ലാം ശറഅക്കിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല 2 റക്അത്ത് ളുഹ്റിന്റെ ഷോർട്ട് ആക്കിയിട്ട് 2 റക്അത്ത് ആക്കിയിട്ട് ജുമുഅ ആക്കിയിട്ട് വേഗം ജുമുഅ നിസ്കാരം തീർക്കിട്ട് കഡായായിട്ട് ജുമുഅത്ത് പള്ളിക്ക് എത്തണോ ചെന്നിട്ട് റബ്ബ് തആല നിർബന്ധാക്കിയത് എന്ത് കണ്ട് തരിയണോ. ഞങ്ങൾ എപ്പോഴും ശാശ്വതമായിട്ട് സംഘടിതമായിട്ട് ഓടിക്കണായത്, ആ സംഘടിതമായിട്ട് കൊയ്ക്കണത് ഞങ്ങൾ ഒട്ടായിട്ട് ചേർന്നത് എപ്പോഴും ശാശ്വത അല്ലാത്തത്. ഒന്നു നീ ആലോചനാക്കോള. കഴിഞ്ഞ വർഷം ഇവിടെ വാത് നടന്നിട്ടില്ല, മുന്നോളും വാത് നടന്നിട്ടില്ല, അതിനെ കാണാൻ മുന്നോളും വാത് നടന്നിട്ടില്ല. കഴിഞ്ഞ വർഷത്തിലും പള്ളിയില്ലാത്ത, അതിനെ കാണാൻ മുന്നോളും പള്ളിയില്ലാത്ത, ആ പള്ളി ഇബാദത്ത് നടന്നിട്ടില്ല. അതേപോലെ മുന്നോള് ഈ പള്ളിയിൽ നിസ്കരിച്ച ആളും മാറെ കൂട്ടത്തില് പുതിയ പള്ളി ഉദ്ഘാടന കാണുന്നോളൂ. ഈ പള്ളിയുടെ പരിസരത്തുള്ള അപരസ്ഥാനത്തിൽ എത്ര ആള് കിടന്നിട്ടുള്ളത് മോണേ. ഒട്ടിക ഇന്നങ്ങ കുഞ്ചിക്ക് കുഞ്ചി സെറുപാട്ടിട്ട് കാളുക കാള് സെറുപാട്ടിട്ട് ഒട്ടിക നിന്നിട്ട് നിസ്കരിച്ചവണോ. ആ നിസ്കരിച്ചങ്ങളെ കൂട്ടത്തിൽ നിന്റെ ശത്രും ഇന്ന, നിന്റെ മിത്രും ഇന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജമാഅത്ത് മുഖാന്തര പ്രതി ഒരു മനുഷ്യനെയും മുട്ടാക്കുക പടച്ചറപ്പ് ഹിക്മത്തിലാ. നിക്ക് കണ്ടെങ്കാവാത്തൊരു ശത്രുള്ള നിന്റെ റായത്തില് വർഷഘട്ടലായിട്ട് വർഷായി തവണ ഒട്ടിക്ക് നീ പളക പറയാണ്ട് അങ്ങത്തവണ വന്നിട്ട് പള്ളി നിസ്കരിച്ചോണ്ടിക്കണ
സന്ദർഭത്തില് നേരെ പിറകിൽ നീന്ന് വന്നപ്പോ അവൻ അറസത്തവണല്ലേ ചന്ദ്രവന്റെ ബുട്ടോട് ദൂരം നിന്നിട്ട് നിസ്കരിക്കട ക്രമയില്ല. അറസയെല്ലാം പള്ളിയുടെ ജാലായിട്ടിക്കട അവന്റെ കുഞ്ചി സേർപ്പാട്ട് അവന്റെ ഒട്ടിക്ക് നീ നിസ്കരിക്കട. നിസ്കാര കഞ്ഞിന് പറത്ത് പറമ്പത്തുക്ക് നീ വേറെ വേറായെങ്കും പള്ളിയുടെ ഉൾക്കത്തിൽ എത്ര പേരെ ശത്രു നീ ഒട്ടായിട്ട് നിസ്കരിക്കില്ലേ. അതേപോലെ പാവത്തവണോ പൈസത്തവണോ ഇന്നവണോ ഇല്ലാത്തവണോ കറുത്തവണും വെൽത്തവണും രോഗിയും ആരോഗ്യവും എല്ലാരും ഒരുപോലെ തോളുകു തോള് നീ പാട്ടിരുന്നു വക്കട്ട പ്രദർശനാക്കട ജാഗയല്ല നിന്റെ റബ്ബട പള്ളി. അത് എപ്പോഴും കിട്ടില്ലടാ. ആ പിരസപ്പാടും ആ വക്കട്ടും മങ്ങിൽ തൗത്തുല് കിട്ടില്ല. വേറെ ഇന്ന ഇതര സഭ സമാരംഭത്തിൽ കിട്ടില്ല. വേറെ ഏതെങ്കിലും മരിച്ച ഔത്തുലും കിട്ടില്ല. അത് പള്ളിക്ക് എത്തിയപ്പോ കിട്ടിയ പ്രത്യേകമായിട്ടൊരു പവറുള്ള മോണേ. അത് കുറിയ നാള് മാത്രമുള്ളത് ശാശ്വതല്ലടാ. ഞങ്ങളെ കുഞ്ഞിക്ക് തട്ടുപാട് നിസ്കരിച്ചോണ്ട് ഇന്ന് 6 അടി മണ്ണിലില്ലേ. ഞങ്ങളെ ഒട്ടിക സുജൂദിട്ടോണ്ടിന്നവനുണ്ട് 6 അടി മണ്ണിലില്ല. എന്ത് കാരണം നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീര് പടിപാടി തന്നാളും മാറും. ഇതേ പള്ളിയിൽ 35 വർഷത്തോളം ഖതീബായിട്ട് ഇത് ആർമിക്ക ചൈതന്യ പ്രപഞ്ചത്തിലുണ്ടാക്കി കൊടുത്ത് ബഹുമാനപ്പെട്ട യൂസുഫ് ഹാജി ഉസ്താദ് അല്ലാഹുവേ ആ നല്ല മനുഷ്യരുടെ ഖബർ വിശാലമാക്കി അല്ലാ. ആ നല്ല മനുഷ്യരുടെ ഇൽമുടെ പ്രകാശം ഖിയാമത്ത് നാളുത്തോളം ഈ റായത്തിലെ പ്രഭചുരുടെ രൂപത്തിലാക്കി തമ്പുരാനെ. പടച്ചവനെ ആ നല്ല മനുഷ്യരുടെ മുഖത്ത് നീ സ്വർഗ്ഗത്തിൽ ഞങ്ങളെ കുടുംബത്തിനും നിങ്ങൾക്ക് എല്ലാവർക്കും നീ കാട്ടിത്താ അല്ലാ. അങ്ങനത്തെ ചരിത്ര പ്രസിദ്ധന്മാരായ സാലിഹ്യങ്ങളായ ആലിമീങ്ങളെ അരിഫീങ്ങളെ നേതൃത്വം കൊടുത്ത സുന്ദരമായ ജാഗിയര. അതേപോലെ ബഹുമാനപ്പെട്ട ആദം ഉസ്താദ് നിങ്ങൾക്ക് തെരിയാത്തങ്ങല്ലല്ലോ അല്ലാ. എന്തൊരു മനുഷ്യൻ ഏത് കഷ്ടത്തെയും ഞങ്ങത്തെ തിന്നത്തെ ബിസൈനെങ്കും പോയിട്ട് ആദം ഉസ്താദിന്റെ സന്നിധിയിലൊന്ന് വെച്ചപ്പോ ആ ഒരു ചിരിക്കമയ്യായോണ്ട് അതേപോലെ ബായി നിറോടിന്ന ഒരു പുഞ്ചിരിമയ്യായോണ്ട് ആ പ്രവചരിഞ്ഞോണ്ട് മുഖമൊന്ന് നോക്കളോട് കൂടെ സകല സമസ്യവും പരിഹാരായോണ്ട് നല്ല താൽമലയും ഉമ്മത്തിന് നേതൃത്വം കൊടുത്തോണ്ട് ബഹുമാനപ്പെട്ട ആദം ഉസ്താദിനെ പോലത്തെ സാലിഹീങ്ങൾ ഇന്നറായ മനുഷ്യരെ അങ്ങ് എല്ലാവരും ഉണ്ടതാ. നിങ്ങൾക്ക് വേണ ഈ രൂപത്തിൽ ദീന് പടി പാട്ടിട്ട നിങ്ങൾക്ക് നിസ്കാര പടി പാട്ടിട്ട ഖുർആൻ പടി പാട്ടിട്ട നിങ്ങളെ സമാധാനമൊക്കെ പാട്ടിട്ട നിങ്ങൾക്ക് സാന്ത്വനത്തെ പളക ചെന്നിട്ട് നിങ്ങളെ ഉമ്മമാരുടെ പേര് നിങ്ങളെ പാപ്പടങ്ങളെ പേര് നിങ്ങളെ അജ്ജിമാർ നിങ്ങളെ റായത്തങ്ങ് നിങ്ങളെ നിരക്കരടങ്ങ് നിങ്ങളെ കുടുംബത്തങ്ങ് നിങ്ങളെ ഒട്ടിക്ക് ഞങ്ങളെ മേലെല്ലാം മയ്യത്ത് നിസ്കരിച്ചോണ്ടിരുന്നെങ്ക അങ്ങ് മയ്യത്ത് നിസ്കാര പടി പാട്ടിക്കൊണ്ടിരുന്നെങ്ക എല്ലാ നല്ല നല്ല കർമ്മത്തിനും നേതൃത്വം കൊടുത്തോണ്ട് ഈ റായത്തിൽ പ്രകാശപൂരിതമായിട്ട് ജീവനം നടത്തിയോണ്ടിന്ന് ഈ റായത്തിൽ ബെൽക്കിരി കാട്ടിയോണ്ടിന്ന് കൽബിൾ നിറഞ്ഞിട്ടുന്ന എല്ലാ ചിമ്മടയും വലിച്ചെറിഞ്ഞിട്ട് കൽബ് ഈമാനികമായ പ്രഭ ചൊരിഞ്ഞു കൊടുത്തോണ്ടിന്ന് ബഹുമാനപ്പെട്ട യൂസുഫ് ഹാജി ഉസ്താദിനെ പോലോത്തെ ആദം ഉസ്താദിനെ പോലോത്തെ സാലിഹ്യങ്ങൾ ഉണ്ടതാ. 6 അടി മണ്ണിലുള്ള മനുഷ്യരെ അല്ലാഹുവേ ഞങ്ങളെ മണ്ണറ മണിയറയാക്കി അല്ലാ. ഞങ്ങളെ നീ സ്വർഗ്ഗത്തിൽ നമുക്ക് നീ തിരിച്ച് താനാതാ. മനുഷ്യരെ അങ്ങനെ ധാർമ്മികമായ ചൈതന്യം ഉണ്ടാക്കി തന്നെങ്ങ അതിലായിട്ട് കിടേണ്ട ഞങ്ങളെ ഈമാനിക പ്രഭ ചൊരിഞ്ഞോണ്ടുള്ളത് ഞങ്ങളെ നിസ്കാരത്തോടെ പ്രതിഫല ഞങ്ങളെ കബറുകത്ത് പാട്ടിയോണ്ടി കട പടജനമ്പുരാര് ഞങ്ങളുടെ സകലமான സത്കർമ്മത്തെയും ഒരു ഭാഗങ്ങളെ കബറുകൾ അല്ലാഹു എത്ത് പാട്ടിയോണ്ടിക്കട ആ രൂപത്തിൽ ഈ ഭൂമിയിൽ വെച്ചിട്ട് ദീനി ചൈതന്യം ഉണ്ടാക്കിയ ആളും മാറും ചെന്നോണ്ടുള്ളത്. ഞങ്ങൾ മരിച്ചാൽ പിന്നെ ഞങ്ങളുടെ ഒരു സ്മാരക ഇവിടെ ഉണ്ടാവണോ. ഞങ്ങൾ മരിച്ചാൽ പിന്നെ ഞങ്ങളെ സ്മാരക ഉണ്ടാവണോ. അത് മൂർത്തി കെട്ടി വെച്ചിട്ടല്ല, എന്തെങ്കിലും ബിൽഡിംഗ് കെട്ടി വെച്ചിട്ടല്ല, ഞങ്ങളെ പേര് റോഡ് കിട്ടി കൊടുത്തിട്ടല്ല, ഞങ്ങളെ പേര് മൈതാനത്തേക്ക് വെച്ച് കൊടുത്തിട്ടല്ല. ബദലഗത മരിച്ചിട്ട് ഒരു സകൽ പിന്നെയും ആദം ഉസ്താദിന്റെ പേര് സകലാള് മാറ ബായിൽ പണ്ട് മരിച്ചിട്ട് ചുമ്മ ഒരു സകഞ്ഞിട്ടും ബഹുമാനപ്പെട്ട യൂസുഫ് ഹാജി ഉസ്താദിന്റെ പേര് സകലാള് മാറ ബായിലുണ്ടോ. ഈ പള്ളിയിൽ മുന്നിൽ ഖതീബായിട്ടിന്നറ ഈ റായത്തേക്ക് ദീനി ചൈതന്യം കൊടുത്തോണ്ടിന്നറ ഈ റായത്തേക്ക് സമുദായത്തേക്ക് സമാധാനവും ശാന്തിയും നെമ്മതിയും ആയിട്ടിന്നറ. അങ്ങനെ വെറും മുഅ്മിനായ മനുഷ്യരുടെ ഖൽബിലാവണോ ഞങ്ങളെ സ്മാരക ഉണ്ടാവണായത്. മരിച്ചെങ്ങും മരിക്കാത്ത വ്യക്തിത്വ, മരിച്ചെങ്ങും മറക്കാത്ത വ്യക്തിത്വ ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദുൽ അസാദീദ് മിത്തബൈൽ ഉസ്താദിനെ പോലത്തെ ആലിമീങ്ങൾ അരിഫീങ്ങൾ ഔലിയാക്കന്മാർ ഈ റായത്തേക്ക് ചൈതന്യം തന്നോണ്ടിന്നാളും മാറ്, ധാർമ്മികമായിട്ട് മാർഗദർശനം തന്നോണ്ടിന്നാളും മാറ്. ഇതെല്ലാം ചൊല്ലി എന്ത് കണ്ട് കേട്ടെങ്ക ഈ പള്ളി ഉണ്ടല്ലേ മനുഷ്യ
ഒന്ന് ജുമുഅത്തേക്ക് വേഗ പോളാ 5 വക്ത് നിസ്കാരത്തേക്ക് ബാങ്കയുടെ ശബ്ദം കേൾക്കുന്ന സന്ദർഭത്തിൽ ഒന്ന് വേഗ പോമോണേ ഉമ്മ സുബഹി സ്വലാത്തു ഖൈറും മിനൻ നൗം ആ ബാങ്കയുടെ ശബ്ദം കേൾക്കുന്ന സന്ദർഭത്തിൽ നിന്റെ മാപ്പിളയുടെ വണത്തിരെ പള്ളിക്ക് കടത്തിരവളാവണോ നേടാ നിന്റെ മക്കളെ വണത്തിരെ പള്ളിക്ക് കടത്തിര ആളാവണോ നേടാ പെണ്ണ് നിന്റെ കൊണ്ടുള്ള നിന്റെ ബാപ്പ നല്ല അവനുടി മോളെ നിന്റെ കാരണത്തിൽ നിന്റെ മാപ്പിള നല്ല അവനുടി പെണ്ണേ നിന്റെ ചെന്നറ നിന്റെ മക്ക സാലിഹ്യങ്ങളാവനുടി ഉമ്മ ആ രൂപത്തിൽ പെണ്ണേ നിനക്ക് നിന്റെ ഒരു പരിവർത്തനം ഉണ്ടാക്കുകയാണായിട്ടുള്ള പ്രയത്നം നീ നടത്തണോ